ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വിശുദ്ധ മീഖയുടെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം ധ്യാനിക്കാം. മീഖയുടെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഒരാൾ മൈക്കിൽ കൂടെ വായിച്ചു തരണം. ചില വാക്യങ്ങൾ, ഒരുപാട് വാക്യങ്ങൾ വായിക്കാനില്ല, എന്നാലും ചിലത് വായിക്കണം. മീഖയുടെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. നീയോ ബത്ലഹേമേ, ബത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. നീയോ ബത്ലഹേം എഫ്രാത്തേ, ഒരു പ്രവചനമാണ്. മീഖയുടെ പ്രവചനം. മീഖ എന്ന പ്രവാചകൻ പ്രവചിക്കുകയാണ്. പ്രവാസകാലത്തിന് ശേഷമുള്ള ഒരു പ്രവാചകൻ പ്രവചിച്ച് പറയുകയാണ്, ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ്. ഒരു പ്രവാസം കഴിഞ്ഞ്, കഠിനമായ അനുഭവമായിരുന്നു പ്രവാസം. 70 വർഷത്തെ പ്രവാസം കഴിഞ്ഞ് തിരിച്ച് ഇസ്രായേലിലേക്ക് വന്നു. ഇനി ആര് എങ്ങനെ മുൻപിലേക്ക് പോകും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മീഖയിലൂടെ പ്രവചനം വരിക. എന്താണ്? നീയോ ബത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ വച്ച് ചെറുതായിരുന്നാലും, യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും നീ ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. പക്ഷെ അത് നിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, കാരണം അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതുമാണ്. ബത്ലഹേമിനെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം കേൾക്കുന്നൊരു വാക്കാണ് എന്തോന്ന്? ബത്ലഹേം. ബത്ലഹേമിൽ യേശു ജനിച്ചു, ബത്ലഹേമിൽ ജനിച്ചു. അതുകൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ വിചാരിച്ചു നിങ്ങളോട് ഞാൻ ഇന്ന് ബത്ലഹേമിനെ കുറിച്ച് പറയാം എന്ന് കരുതി. ഇവിടെ പറയാണ്, നീയോ ബത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും. ഇവിടെ സഹസ്രം എന്ന് പറയുമ്പോൾ സഹസ്രം എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നെങ്കിലും യഥാർത്ഥ വാക്ക് കുലം എന്നാണ്, ക്ലാൻ. നീ യഹൂദ കുലങ്ങളിൽ വച്ച് ചെറുതായിരുന്നാലും, അപ്പോൾ യഹൂദ കുലങ്ങളിൽ വെച്ചൊരു ചെറുതാണ് ബത്ലഹേം. ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ, ഇസ്രായേലിന് അധിപതിയാകിയിരിക്കേണ്ടുന്നവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഉത്ഭവം ഇപ്പോഴുള്ളതല്ല, അത് അനാദിയുള്ളത്, പണ്ടേ ഉള്ളത് തന്നെ. ഒരു വലിയ പ്രതീക്ഷയാണ് അന്നത്തെ പോസ്റ്റ് എക്സലിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രവാസകാലം കഴിഞ്ഞ ജനത്തിന് കിട്ടുന്നത്. പ്രവാസകാലം കഴിഞ്ഞ് വന്ന ജനം എങ്ങനെയാണ് ഇസ്രായേലിനെ നയിക്കുന്നത്? എങ്ങനെ മുമ്പിലോട്ട് പോകണം? എവിടെയായിരിക്കണം? ദേവാലയം പണിത് കഴിഞ്ഞ് ആരിനെ നോക്കും? ഇങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകളോടിരിക്കുമ്പോഴാണ് പ്രവചനം വരുന്നത്. എന്നിട്ട് പറയാണ്, നീയോ എഫ്രേത്തിലെ ബത്ലഹേമേ. മറ്റൊരു ബത്ലഹേം കൂടെ ബൈബിളിലുണ്ട്, ഇസ്രായേലിലുണ്ട്. അന്നത്തെ കാലത്ത് ഇന്ന് ഒരു ബത്ലഹേമേ ഉള്ളൂ. അതുകൊണ്ട് എഫ്രാത്ത് ദേശത്തിലെ ബത്ലഹേമേ, നീ യഹൂദ കുലങ്ങളിൽ വച്ച് ചെറുതാണ്. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിന് ഞാൻ കൊടുക്കുന്ന പേര് ചെറിയ കുലമായ ബത്ലഹേമിൻ്റെ സന്ദേശം എന്നാണ്. ദ മെസ്സേജ് ഓഫ് ദ ബത്ലഹേം, ദ ലിറ്റിൽ ക്ലാൻ, ദ ലിറ്റിൽ ക്ലാൻ ബത്ലഹേംസ് മെസ്സേജ്. ചെറിയ കുലമായ ബത്ലഹേമിന് നമ്മളോട് പറയാനുള്ള സന്ദേശം എന്താണ്? സ്തോത്രം. നമ്മൾ ഇസ്രായേലിൽ പോകുമ്പോൾ, ഇന്ന് ഇസ്രായേലിലല്ല ബത്ലഹേം, ബത്ലഹേം പാലസ്തീനിലാണ് ഇന്ന്. ഇപ്പോൾ പാലസ്തീൻ യുദ്ധം നടക്കുകയാണ്, നിങ്ങൾക്കറിയാം. പാലസ്തീനിലെ ജനങ്ങളും ഒരുപാട് നല്ലവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പാലസ്തീൻ ക്രിസ്ത്യാനികളുണ്ട് ധാരാളം പേര്. അതുകൊണ്ട് പാലസ്തീനുകളിലുള്ള എല്ലാവരും ദുഷ്ടന്മാരാണെന്ന് കരുതണ്ട. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭീകരരാജ്യവും അല്ല. ഇവിടെ ചില രാഷ്ട്രീയക്കാർ പറയും പോലെ ഇസ്രായേൽ ഭീകരരാജ്യമാണ്, ഇസ്രായേൽ എന്നുള്ളത് തെറ്റാണ്. അതും തെറ്റാണ്, അത് വിവരമില്ലാതെ പറയണതാണ്.
അതേസമയം പാലസ്തീനികളെല്ലാം ഭീകരന്മാരാണ്, അതും തെറ്റാണ്, അതും ശരിയല്ല. എനിക്ക് ഒരുപാട് പാലസ്തീനികൾ സുഹൃത്തുക്കളായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം. വളരെ വളരെ വിവരമുള്ള, ഒരുപാട് അറിവുള്ള ആൾക്കാരുണ്ട് പാലസ്തീനികൾ. നമ്മുടെ ഗൈഡായിട്ടൊക്കെ വരുന്ന കൂടുതലും പാലസ്തീനികളാണ്. നല്ല വിവരമുള്ള ആൾക്കാരുണ്ട്, നല്ല പ്രായമുള്ള, വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ഭീകരരാജ്യമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇസ്രായേൽ ഒരു ഭീകരരാജ്യമൊന്നുമല്ല. വളരെ മോഡേണായിട്ടുള്ള, വളരെ ആധുനികമായി വളർന്ന, വളരെ ശാസ്ത്രീയ ബോധമുള്ള, വളരെ ശാസ്ത്രസത്യങ്ങളിൽ വിശ്വസിക്കുന്ന, ഒരുപാട് അന്ധമായ ദൈവവിശ്വാസം ഇല്ലാത്ത, ദൈവം ഉണ്ടെന്ന് പോലും വിശ്വസിക്കാത്ത ഭൂരിപക്ഷം ആൾക്കാർ ജീവിക്കുന്ന, യഹൂദന്മാർ ജീവിക്കുന്നതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ഇതുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. അതോടെ ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതാണ്. ഇനി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ് പറയാനുണ്ട്. ഇസ്രായേലിൽ ഒത്തിരി പ്രാവശ്യം പോയിട്ടുള്ളത് കൊണ്ടും ഇരു കൂട്ടരെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നുള്ളത് കൊണ്ടും വളരെ അടുത്ത് സംസാരിച്ച് പരിചയമുള്ളത് കൊണ്ടും എനിക്ക് പറയാനായിട്ട് പറ്റും. ഈ യുദ്ധം നടക്കുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ എത്രയോ പ്രാവശ്യം സഞ്ചരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബത്ലഹേം എന്ന് പറയുന്നത് ഇന്ന് പാലസ്തീനിലാണ്. എന്ന് പറഞ്ഞാൽ പാലസ്തീൻ പ്രദേശങ്ങളിലാണത് വരുന്നത്, വെസ്റ്റ് ബാങ്കിലാണത് വരുന്നത്. അപ്പോൾ ബത്ലഹേമിൻ്റെ ബൈബിളിലെ പ്രത്യേകത എന്താണ്? നമ്മളെല്ലാം ഒറ്റ സ്വരത്തിൽ പറയും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒറ്റ കാര്യമാണ്, ബത്ലഹേം യേശു ജനിച്ച സ്ഥലമാണ്. യേശു ജനിച്ചു എന്ന് പറയുമ്പോൾ, യേശു ജനിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ വളരെ ഗൗരവമായിട്ട് ഞാൻ പറയും, ലോകത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഈ ലോകത്തെ രക്ഷിക്കാൻ ചരിത്രത്തിൽ ഇറങ്ങി വന്ന സ്ഥലം. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം മനുഷ്യനായി ജനിക്കാൻ എന്ന് ഞാൻ പറയും. നമ്മൾ ഇന്ന് വായിച്ച ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ, മത്തായി സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലൊക്കെ ബത്ലഹേമിൽ കർത്താവ് ജനിച്ചതിനെക്കുറിച്ച് വിശദമാക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കാൻ പോവുകയാണ്. ഒരുപാട് പ്രസംഗങ്ങൾ ബത്ലഹേമിനെക്കുറിച്ചും കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടും നമ്മൾ കേൾക്കുമായിരിക്കും. ബത്ലഹേം എന്ന സ്ഥലത്താണ് സാധാരണ നമ്മൾ ഇസ്രായേലിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ദിവസം താമസിക്കുന്നത്. ഇന്നും ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് നസറത്തിൽ 2 ദിവസം താമസിക്കും. നമ്മൾ ഈജിപ്തിൽ മാറി മാറി ഓരോരോ ദിവസങ്ങളിൽ താമസിക്കും. അമാനിൽ 1 ദിവസം താമസിക്കും. പക്ഷെ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസവും താമസിക്കുന്നത് ബത്ലഹേമിലാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ബത്ലഹേമിനുള്ള സ്നേഹം കൊണ്ടല്ല, ബത്ലഹേം പാവപ്പെട്ടവരുടെ സ്ഥലമാണ്. അതുകൊണ്ട് എന്തായിരിക്കും? പാവപ്പെട്ടവരുടെ സ്നേഹം കൊണ്ടും അല്ല. പിന്നെ അവിടെ ഹോട്ടലിനൊക്കെ പൈസ കുറവായിരിക്കും. അതുകൊണ്ട് ഇവന്മാർ നമ്മളെ കൊണ്ട് അവിടെ കൊണ്ട് താമസിപ്പിക്കും. അതായത് ഈ ട്രാവൽ ഏജൻസ് അവിടെ നമ്മളെ കൊണ്ട് താമസിപ്പിക്കുമ്പോൾ അവർ കൊടുക്കുന്ന പൈസയായിട്ട് അഡ്ജസ്റ്റഡ് ആകും. അങ്ങനെ ബത്ലഹേം എന്ന് പറയുന്നത് ഒരു എളിയവരുടെ സ്ഥലമാണ് ഇന്നും. അന്ന് പറഞ്ഞിരിക്കുകയാണ്, ബത്ലഹേമേ നീ യഹൂദ കുലങ്ങളിൽ ചെറുതാണ്. ആമേൻ. അന്നും ഇന്നും ബത്ലഹേം ഒരു എളിയ സ്ഥലമാണ്. അതുകൊണ്ട് ഇസ്രായേലിൽ നമ്മൾ പോകുമ്പോൾ നമ്മളെ താമസക്കാരെ കൊണ്ട് താമസിപ്പിക്കുന്നത് ബത്ലഹേമിലാണ്. ബത്ലഹേമിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇസ്രായേലിലേക്ക് കയറും. അവിടെ ഭയങ്കര ചിലവാണ്, ഹോട്ടലുകളിലെല്ലാം ചിലവ് കൂടുതലാണ്. അതുകൊണ്ട് ബത്ലഹേമിൽ താമസിപ്പിക്കുമ്പോൾ ട്രാവൽ ഏജൻസിന് കുറച്ചുകൂടെ പൈസ കുറവാണ്. ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നവർ ബത്ലഹേം ഏത് ഇസ്രായേൽ ഏത് ഇതൊന്നും തിരിച്ചറിയുന്നില്ല. കാരണം ബസ്സിലെ കൊണ്ട് ബത്ലഹേമിൽ പോകുന്നു, ഇസ്രായേലിൽ വരുന്നു. കാരണം അപ്പുറം ഇപ്പുറമാണ്, ഒറ്റ ബോർഡറാണ്, ഒരൊറ്റ ബോർഡർ. അതിനപ്പുറത്ത് കയറിയ ഇസ്രായേൽ, ഇപ്പുറത്ത് കയറിയ പാലസ്തീൻ അല്ലെങ്കിൽ ബത്ലഹേം. അപ്പോൾ ബത്ലഹേമിലെന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ വിചാരിക്കും ഇസ്രായേലാണെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളെ അപ്പുറം ഇപ്പുറവും കൊണ്ടുപോകാൻ വേണ്ടി അവിടെ താമസിപ്പിക്കുകയും ഇവിടെ വിസിറ്റ് ചെയ്യുകയും ചെയ്യും. രാത്രി അപ്പുറത്തോട്ട് പോയി താമസിക്കും. എന്തെന്ന് ചോദിച്ചാൽ ഇന്നും ബത്ലഹേം യഹൂദ കുലങ്ങളിൽ ചെറുതാണ്. അങ്ങനെ ഒരു ചെറിയ കുലമായ, ഒരു ചെറിയ ഗ്രാമമായ, ഒരു ചെറിയ സ്ഥലമായ ബത്ലഹേമിനെ കുറിച്ച്
മീഖ പ്രവചിച്ച് പറയാണ്, ബത്ലഹേമേ, നിന്നിൽ ദൈവം വരും. ക്രിസ്മസ് തരുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ് പ്രിയപ്പെട്ടവരെ. എളിയവരിലേക്ക്, പാവപ്പെട്ടവരിലേക്ക്, തകർന്നു പോയവരിലേക്ക്, ആശ്രയമറ്റവരിലേക്ക്, ഈ ലോകം ചെറുതായി കാണുന്നവരിലേക്ക് ഇറങ്ങി വരുന്ന, ഉയർത്തുന്ന, അനുഗ്രഹിക്കുന്ന, അവരെ വിട്ടുവയ്ക്കുന്ന ഒരു സന്ദേശമാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. ദറ്റ് ഈസ് ദ മെസ്സേജ് ഓഫ് ക്രിസ്മസ്. വലിയവരിലേക്ക് വരുന്ന ഒരു സന്ദേശമല്ല, എളിയവരിലേക്ക് വരുന്ന സന്ദേശം. ആമേൻ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ബൈബിൾ പറയുന്നു, എളിയവൻ്റെ ദീർഘശ്വാസ നിമിത്തം ഞാനിപ്പോൾ എഴുന്നേൽക്കും. ദരിദ്രന്റെ ദീർഘശ്വാസ നിമിത്തം ഞാനിപ്പോൾ എഴുന്നേൽക്കും. ഹല്ലേലൂയ. നമുക്കിന്ന് ബത്ലഹേമിൻ്റെ 7 പ്രത്യേകതകൾ ഞാൻ 5 മിനിറ്റ് വെച്ച് 35 മിനിറ്റ് കൊണ്ട് പറയണം എന്നാണ് കരുതുന്നത്. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ബത്ലഹേമിൻ്റെ പ്രത്യേകത നമുക്ക് പറഞ്ഞു തുടങ്ങാം. എവിടെയാണ് ബൈബിളിൽ ആദ്യമായി ബത്ലഹേമിനെ കുറിച്ച് പറയുന്നത്? ബത്ലഹേമിനെ കുറിച്ച് ആദ്യമായി ബൈബിളിൽ പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം ബൈബിളുള്ള എല്ലാവർക്കും എടുക്കാം. 35-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കാം. എന്താണ് ബത്ലഹേം? ബത്ലഹേമിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്താണ്? വായിച്ചു നോക്കാം. റാഹേൽ മരിച്ചിട്ട് അവളെ ബത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. റാഹേലിനെ അടക്കം ചെയ്ത, മരിച്ച് അടക്കം ചെയ്ത സ്ഥലമാണ് ബത്ലഹേം. സ്തോത്രം. ആരാണ് റാഹേൽ? റേച്ചൽ. ആരാണ് റേച്ചൽ? ആരാണ് റാഹേൽ? യാക്കോബിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. 2 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യത്തെ ഭാര്യ ലേയ. പക്ഷേ ഇഷ്ടപ്പെട്ടത് അന്നത്തെ കാലമായതുകൊണ്ടാണ്. യാക്കോബിന് ഇഷ്ടം റാഹേലിനെ ആയിരുന്നു. പഴയകാലം, വർഷങ്ങൾക്ക് മുൻപല്ലേ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. പഴയ കാലത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. റാഹേലിന് വേണ്ടി യാക്കോബ് 14 വർഷം കാത്തിരുന്നു. അങ്ങനെ 14 വർഷം കാത്തിരുന്ന് ലഭിച്ച ഭാര്യയാണ് റാഹേൽ. പക്ഷേ റാഹേൽ പെട്ടെന്ന് മരിക്കുകയാണ്. റാഹേൽ മരിച്ച സ്ഥലമാണ് ബത്ലഹേം. അവിടെ അവരെ അടക്കം ചെയ്തു. ഇത് പറഞ്ഞുകൊണ്ടാണ് ബത്ലഹേമിനെ കുറിച്ച് സംഭവം ആരംഭിക്കുന്നത്. ബത്ലഹേം ഇസ് എ പ്ലേസ് ഓഫ് ക്രൈ. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് വീപ്പിംഗ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഡെത്ത്. ഒരു മരണത്തിൻ്റെ സ്ഥലം, ഒരു കരച്ചിലിൻ്റെ സ്ഥലം, ഒരു വേർപാടിൻ്റെ സ്ഥലം, ഒരു സങ്കടത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത്. പിന്നെയും തുടർന്ന് പഠിക്കുമ്പോൾ 45-ാം അധ്യായത്തിലും അതുണ്ട്, 48-ാം അധ്യായം 48-ൻ്റെ 7-ലും അതുണ്ട്. ഇനി നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ, എല്ലാം വായിക്കാൻ സമയമില്ല, 17-ാം അധ്യായം വീട്ടിൽ കൊണ്ട് വായിച്ചു നോക്കണം. 17, 7 മുതൽ 13 വരെ ഒരുപാട് വചനം ഉള്ളതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഇസ്രായേലിന് രാജാവില്ലാതിരുന്ന കാലം, നേതാക്കന്മാരില്ലാതിരുന്ന കാലം, ജനം തോന്നുന്നത് പോലെ ജീവിച്ച കാലം, അതാണ് ന്യായാധിപന്മാരുടെ കാലം. ആ കാലത്ത് ബത്ലഹേമിൽ പല തിന്മകളും നടന്നു. ഇസ്രായേൽ മൊത്തം നടന്നു. അന്നത് ഇസ്രായേലായിരുന്നു, അന്ന് പാലസ്തീനല്ല. ഒരു യുവാവായ ലേവ്യൻ, മീഖാവ് എന്ന് പറയുന്ന ഒരു ധനവാൻ, അവിടെ ഒരു ധനവാൻ ഉണ്ടായിരുന്നു. മീഖാവ് എന്നാണ് ആ പണക്കാരൻ്റെ പേര്. അയാൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അയാൾ ലേവ്യനാണെന്ന് മനസ്സിലായി. ലേവ്യന്മാർക്ക് മാത്രമേ പുരോഹിതനാകാൻ പറ്റൂ. അപ്പം ലേവ്യന് പണം കൊടുത്ത് വീട്ടിൽ വെച്ച് ആലയ ആരാധന തുടങ്ങി. അങ്ങനെ തുടങ്ങാൻ പാടില്ല. ഇന്ന് നമുക്ക് തുടങ്ങാം. കർത്താവ് യേശുക്രിസ്തു വന്നതുകൊണ്ടാണ് അത് മാറി ഇന്ന് നമുക്ക് വീടുകളിൽ പ്രാർത്ഥന നടത്തുന്നു, കൂട്ടായ്മ നടത്തുന്നു, ആരാധന നടത്തുന്നു ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അന്ന് വിശുദ്ധ ദേവാലയത്തിൽ മാത്രമേ ശുശ്രൂഷകൾ ചെയ്യാവൂ.
ആ കാലത്ത് മീഖാവ് എന്ന ധനവാൻ അവൻ്റെ ധനത്തിൻ്റെ ഹുങ്ക് കൊണ്ട് ഒരു ചെറുപ്പക്കാരനെ പൈസ കൊടുത്ത് വാങ്ങി വീട്ടിൽ വെച്ച് ആരാധന തുടങ്ങി. അതെങ്ങനെയുള്ള ആരാധന? വിഗ്രഹാരാധന തുടങ്ങി. വിശുദ്ധ ദേവാലയത്തിലല്ലാതെ നടത്തപ്പെടുന്ന ആരാധനയ്ക്കെല്ലാം മ്ലേച്ഛ ആരാധന എന്ന് പറയപ്പെടുന്നു, പൂജാഗിരി എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു പൂജാഗിരി തുടങ്ങി. ആ സ്ഥലമാണ് ബത്ലഹേം എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം കാണിക്കുന്നത്. അവിടെയും ഒരു ശുഭകരമായ സ്ഥലമല്ല ബത്ലഹേം. ഇനി നിങ്ങൾ 19-ാം അധ്യായത്തിലേക്ക് വരിക. ന്യായാധിപന്മാരുടെ പുസ്തകം വീട്ടിൽ പോയി വായിച്ചാൽ മതി. 19ഉം 20ഉം അധ്യായം നീണ്ട അധ്യായമാണ്. അവിടെ വളരെ വിഷമിപ്പിക്കുന്നൊരു കാര്യം പറയും. അവിടെ പറയുന്നത് മറ്റൊരു കഥയാണ്. മറ്റൊരു ലേവ്യൻ്റെ ഭാര്യ എന്ന് പോലും പറയുന്നില്ല, വെപ്പാട്ടിയുടെ കഥയും അവരെ കൊന്ന കഥയും അവരുടെ കൊലപാതകവും നടന്നത് ഇവിടെയാണ് എന്ന് 19-20 അധ്യായങ്ങളിൽ പറയുന്നു. ഒരു വലിയ റെവല്യൂഷൻ, ഒരു വലിയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്, ഞങ്ങൾക്ക് രാജാവ് വേണം എന്നൊരു ചിന്ത പൊട്ടിപ്പുറപ്പെടുന്നത് അവിടുത്തെ ആ സംഭവമാണ് എന്നും പറയുന്നു. അപ്പം ഇതൊന്നും കാണിക്കുന്നത് ഒരു ശുഭകരമായ കാര്യമല്ല എന്നാണ്. ഇതെവിടെ നടന്നത്? ബത്ലഹേമിൽ നടന്നത്. റാഹേലിൻ്റെ മരണം, തുടർന്ന് നേതൃത്വമില്ലാത്ത ദുർഭരണ രീതി, അനീതിയുടെ ആരാധനകൾ, കൊലപാതകം, നേതൃത്വത്തിനെതിരെയുള്ള ആക്രമണ രീതികൾ, ഇതൊക്കെ നടന്ന സ്ഥലമായിട്ടാണ് ബൈബിളിൻ്റെ ആദ്യ ഭാഗങ്ങൾ മുഴുവനും ബത്ലഹേമിനെ കുറിച്ച് പറയുന്നത്. ഈ ബത്ലഹേമിലാണ് കർത്താവ് ജനിക്കുന്നത്. എന്താണിത് കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ? വിശുദ്ധ വേദപുസ്തകത്തിൽ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, പാപം പെരുകിയെടുത്താണ് കൃപ പെരുകുന്നത്. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ച് പെരുകി എന്നെഴുതിയിരിക്കുന്നു. റോമർ 5:8 പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് നല്ലവരായതുകൊണ്ടല്ല. ബത്ലഹേമിലേക്ക് വന്നത് ബത്ലഹേം ഈ ഭൂമിയിലെ ഏറ്റവും നല്ല വിശുദ്ധ സ്ഥലമായതുകൊണ്ടല്ല. ഇന്ന് ബത്ലഹേമിനെ ആൾക്കാർ വിശുദ്ധ സ്ഥലമായി കണ്ടുകൊണ്ട് ആയിരക്കണക്കായ ജനം, എപ്പോഴും തിരക്കുള്ള സ്ഥലമാണ് ബത്ലഹേം. ചില സമയം മണിക്കൂറുകളോളം നമ്മൾ ക്യൂ നിന്നാലേ യേശു ജനിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പോകാൻ പറ്റൂ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇന്നിവിടെ വരുന്നു. എന്നാൽ ബൈബിൾ തുടങ്ങുമ്പോൾ പറയുന്നത് ബത്ലഹേം ഒരു വിശുദ്ധ സ്ഥലമായിട്ടല്ല, അനീതിയുടെയും വിഗ്രഹാരാധനയുടെയും കൊലപാതകത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒരു സ്ഥലമായിട്ടാണ്. ആ സ്ഥലത്തെ ദൈവം തിരഞ്ഞെടുത്തു തൻ്റെ പുത്രനായ യേശുവിനെ അയക്കാൻ. അല്ലയോ എഫ്രയത്തിലെ ബത്ലഹേമേ, നീ യഹൂദ കുലങ്ങളിൽ വച്ച് ചെറുതായിരുന്നാലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. പാപം പെരുകിയെടുത്ത് കൃപ പെരുകി. എന്താണ് കൃപ? എവിടെയാണോ പാപം പെരുകിയത്, എവിടെയാണോ തിന്മ പെരുകിയത്, അവിടെ ദൈവം തൻ്റെ സ്നേഹത്തെ നൽകിയതാണ് കൃപ. പ്രൈസ് ദ ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറയാം. നിങ്ങൾ ചിന്തിക്കുകയാണോ, അയ്യോ ഞാൻ പാപിയാണ്, ദൈവമേ കുറവുള്ളവനാണ്, ഞാൻ പാപിയാണ് എന്ന് ചിന്തിക്കുന്നെങ്കിൽ ആ പാപത്തിൽ വിടുതൽ തന്ന്, പാപത്തിൽ നിന്ന് മോചനം തന്ന്, അതിൽ നിന്ന് കരകയറ്റി കഴുകി ശുദ്ധീകരിച്ച് നിന്നൊരു പുതിയ വ്യക്തിയായി കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നത് എന്നർത്ഥം. നമുക്ക് പറയാം, കർത്താവേ അങ്ങയുടെ കൃപ എനിക്ക് മതി. ആമേൻ. അങ്ങയുടെ കൃപയാലാണ് നീ എന്നെ തിരഞ്ഞെടുത്തത്. എൻ്റെ കഴിവല്ല, അങ്ങയുടെ കാരുണ്യം മാത്രമാണ് കർത്താവ്. കൃപയാൽ പുതുജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി, കൃപയാൽ പുതു ജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി, കൃപയാൽ എന്നെ തെരഞ്ഞെടുത്തു, കൃപയാലെന്നും നടത്തിടുന്നു.
കൃപയാൽ എന്നെ തെരഞ്ഞെടുത്തു. കൃപയാലെന്നും നടത്തിടുന്നു. കൃപമതി യേശുനാഥ, തവ കൃപമതി എന്നുമെന്നും. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതിയേ. നിനയ്ക്കാത്ത വേദനകൾ, നിനയാത്ത നീരങ്ങളിൽ, നിനയ്ക്കാത്ത വേദനകൾ, നിനയാത്ത നീരങ്ങളിൽ നീങ്ങിപ്പോകും തവ കൃപയാ. നിന്റെ കൃപ എത്ര അത്ഭുതമേ. നീങ്ങിപ്പോകും തവ കൃപയാ. നിന്റെ കൃപ എത്ര അത്ഭുതമേ. കൃപമതി യേശുനാഥ, തവ കൃപമതി എന്നുമെന്നും. കൃപയാൽ രക്ഷ, കൃപയാൽ സൗഖ്യം, കൃപയാൽ വിടുതൽ, കൃപയാൽ അനുഗ്രഹം. ബത്ലഹേം കാണിക്കുന്നത് ദൈവത്തിൻ്റെ ശുദ്ധ കൃപയാണ്, ശുദ്ധമായ കൃപ. ബത്ലഹേമിനെ തെരഞ്ഞെടുത്ത ദൈവം നിന്നെയും തെരഞ്ഞെടുത്തിരിക്കുന്നു സഹോദര. ബത്ലഹേമിനെ മാനിച്ച ദൈവം സഹോദരി നിന്നെയും മാനിച്ചിരിക്കുന്നു. ബത്ലഹേം ഒരു നല്ല സ്ഥലമായതുകൊണ്ടല്ല, അതിന് നല്ല പാരമ്പര്യം പറയാനില്ല, നല്ല പാരമ്പര്യം പറയാനില്ല. പക്ഷേ ദൈവം ബത്ലഹേമിനെ തിരഞ്ഞെടുത്തു. Such a wonderful grace of God, such a marvelous grace of God. ദൈവത്തിൻ്റെ കൃപയോർത്ത് നമുക്ക് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. Oh, glory to glory to glory to glory, 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 hallelujah, glory to Jesus, glory to Jesus. പിന്നെ നമുക്ക് വായിക്കാം ബത്ലഹേമിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം വായിച്ചു നോക്കാം. രൂത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം. ന്യായാധിപന്മാരുടെ കാലം വരെ നമ്മൾ ബത്ലഹേമിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി രൂത്തിന്റെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങുന്നത് എന്താണ്? ബത്ലഹേമിനെ കുറിച്ച് വായിക്കാം. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമം ഉണ്ടായി. യഹൂദിയയിലെ ബത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. ഓ, ബത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് ക്ഷാമമുണ്ടായ സ്ഥലം. ദേശത്തെല്ലാം ക്ഷാമമുണ്ടായപ്പോൾ ബത്ലഹേമിലും ക്ഷാമമുണ്ടായി. അവിടെ നിന്ന് 2 പുത്രന്മാരെയും കൂട്ടി ഒരാളിതാ നാട് വിട്ടുപോയി. ഇന്നത്തെ കാലത്ത് നാട് വിട്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്കധികം പരിചയമില്ല, നമ്മളിത് നാട് വിട്ടു പോകാറുമില്ല. പക്ഷെ ഒരു 100-150 വർഷങ്ങൾക്ക് മുൻപ് നാടും വീടും വിട്ട ആൾക്കാർ പോകുമായിരുന്നു. യുദ്ധം നടക്കുമ്പോൾ, ക്ഷാമമുണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നാട് വിട്ടു പോകും. അങ്ങനെ സംസ്ഥാനങ്ങൾ വരെ വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ അങ്ങനെ വന്ന് താമസിച്ച ഒരുപാട് പേരുണ്ട്. തഞ്ചാവൂരിൽ നിന്നും അതുപോലെ തന്നെ ചെങ്കോട്ടയിൽ നിന്നും ഒക്കെ വന്ന് താമസിച്ച ഒരുപാട് പേരുണ്ട്. പല കച്ചവടങ്ങൾക്ക് വേണ്ടിയൊക്കെ വന്ന് താമസിച്ചവർ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശത്ത് വന്ന് താമസിച്ചവരുണ്ട്. നാടും വീടും വിട്ട് പരദേശിയായി പോകും. വെറുതെ അല്ല പോണത്, ക്ഷാമം വരുമ്പോൾ,
ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ വരുമ്പോൾ, ഇന്ന് അത് വടക്കേ ഇന്ത്യയിലുണ്ട്. 2007 മുതൽ 10 വരെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടമാൾ എന്ന സ്ഥലത്ത് ഒരു വലിയ കമ്മ്യൂണൽ വയലൻസ് വന്നപ്പോൾ, ക്രൈസ്തവർക്കെതിരെ വലിയ പീഡനമുണ്ടായപ്പോൾ നാടും വീടും വിട്ട് ഓടിപ്പോയവരുണ്ട്. നമ്മുടെ ഹരി അതിലൊരാളാണ്. ചോദിച്ചു നമുക്കറിയാം അവരുടെ വേദന, അവരുടെ പെയിൻ. സ്വന്തം വീട് വിട്ട് ഓടേണ്ടി വന്നവർ. പക്ഷേ അങ്ങനെയൊക്കെ ഓടിപ്പോയവർ പലരും പല സ്ഥലങ്ങളിലും പോയി സഭ തുടങ്ങുകയും ആരാധന തുടങ്ങുകയും പാസ്റ്റർമാരാവുകയും സുവിശേഷം പ്രസംഗിക്കുന്നവരായി തീരുകയും ചെയ്ത കഥകളുമുണ്ട്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഇപ്പം നമ്മുടെ നാഗ്പൂർ ആശ്രമത്തിൽ, നാഗ്പൂർ നമുക്കിതുപോലൊരു ആശ്രമമുണ്ട്. അവിടെ 21 പേരെ നമ്മൾ താമസിപ്പിച്ചിരിക്കുകയാണ് ഫ്രീ ആയിട്ട്. ആരെന്നറിയോ? മണിപ്പൂരിൽ കലഹമുണ്ടായവർ, മണിപ്പൂരിൽ താമസിക്കാൻ നിവൃത്തിയില്ലാതെ നാട് വിട്ട് ഓടേണ്ടി വന്നവർ, കൊച്ചു പിള്ളേർ 17, 18, 15, 20 ഒക്കെ വയസ്സ് പ്രായമുള്ള പിള്ളേർ. ആൺപിള്ളേരുമുണ്ട് പെൺപിള്ളേരുമുണ്ട്. ഒരാൾ വന്ന് ചോദിച്ചെന്നോട്, ഇവിടെ താമസിക്കാൻ പറ്റുമോ? ഞാൻ സന്തോഷമായിട്ട് അവരെ സ്വാഗതം ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു പൈസയും തരണ്ട, താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 21 പേർക്ക് നമ്മുടെ ആശ്രമം ഒരു വീടായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ അവരോട് സംസാരിക്കാനായിട്ടൊരു ദിവസം പോയി. അവരോടിരുന്ന് വർത്തമാനം പറഞ്ഞു. എല്ലാവരുടെ മുഖത്ത് കഠിനമായ വേദന. കൊച്ചുമക്കള്, അപ്പനെ വിട്ടു പോയവർ, അപ്പൻ മരിച്ചു പോയത്, അമ്മ മരിച്ചു പോയത്, വലിയ മുറിവുകളുള്ള പിള്ളേർ. നമ്മുടെ പിള്ളേരൊക്കെ എത്ര സന്തോഷമായിട്ട് ജീവിക്കുന്ന വീടുകളിൽ. ഇതവരുടെ വീടും നാടും വിട്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി മണിപ്പൂരിൽ നിന്ന് അവർ നാഗ്പൂരിൽ വന്ന് താമസിക്കുന്നു. നമ്മുടെ ആശ്രമം അതിനു വേണ്ടി തുറന്നു കൊടുക്കാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. അതും ഒരു മിനിസ്ട്രി. ആൾക്കാർ ചോദിക്കും, എന്തെങ്കിലും നടക്കണ ഇപ്പോഴ്? GM എന്തെങ്കിലുമൊക്കെ ചെയ്യണ? അത് ദൈവം അറിയണുണ്ട്. പിന്നെ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാം എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന്. സ്തോത്രം. നമ്മുടെ നാട്ടിൽ നിന്ന്, ഈ ആശ്രമത്തിന് തൊട്ട് താഴെ നിന്ന്, ഇവിടെ നിന്ന് അങ്ങ് താഴെ നിന്ന് 7 പേര് നമ്മുടെ നാഗ്പൂർ ആശ്രമത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. 7 പേര്. ആശ്രമത്തിന് മുൻവശം മൊത്തം ഫെൻസ് ചെയ്യുകയാണ്. ഫെൻസ് ചെയ്തുകൊണ്ടിരിക്കുക. യുദ്ധകാലാടിസ്ഥാനത്തിൽ പെട്ടെന്ന് പണി തീർക്കാൻ 21-ാം തീയതിക്ക് മുമ്പ് ഇവിടെ മൊത്തം ഫെൻസ് ചെയ്യുകയാണ്. ഫെൻസ് എന്ന് വെച്ചാൽ മൊത്തം മതിൽ പോലെ ഷീറ്റിട്ട് അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരുപാട് ചിലവുണ്ട്. വിശ്വാസത്താൽ ഞാനത് പണിയാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അതൊരു വശത്ത് നടക്കുന്നു. കാരണം ഈ കുട്ടികളവിടെ താമസിക്കുമ്പോൾ അവർക്ക് കുറച്ച് സേഫ്റ്റി വേണം. അവിടെയും പ്രതികൂലങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ തുറന്നു കിടക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ മറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ജോലി അവർ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് പോയവർ കുറച്ച് അധികം പൈസ ചിലവുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുണ്ട്. കാരണം 700 അടി നീളം തന്നെയുണ്ട്. 700 അടി നീളം. അത് മറയ്ക്കാനുള്ള സ്ഥലം ഷീറ്റിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് മറയ്ക്കാൻ. താഴേന്ന് മതിൽ കെട്ടിപ്പണിയണമെങ്കിൽ ഒരുപാട് നാളെടുക്കും. ഇത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി സ്ട്രോങ് ആയിട്ട് പണിയാണ്. സ്തോത്രം. കാരണം ഈ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിച്ച്, അവർ 3 മാസം താമസിക്കാനാണ് വന്നത്. ചിലപ്പോൾ കൂടുതൽ താമസിക്കുമായിരിക്കും. അവർ താമസിച്ച് മടങ്ങിപ്പോകുമ്പോൾ അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ നമ്മളവരെ പ്രാർത്ഥിച്ച് വിടണം. വെറുതെ താമസിക്കാൻ മാത്രമല്ല കേട്ടാ, അവർക്ക് അവിടെ ഗവൺമെൻറ് കോളേജിൽ അവരെ 3 മാസം നമ്മുടെ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. എല്ലാ ദിവസവും അവരെ വണ്ടിയിൽ കോളേജിൽ കൊണ്ടുപോകും. വൈകുന്നേരം വരെ കോളേജിൽ പഠിക്കും. വൈകുന്നേരം അവർ തിരിച്ചു വരും. സ്തോത്രം. അവിടെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യമെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ഓർഗനൈസേഷനും കൂടെ ചേർന്നാണ് നമ്മളത് ചെയ്യുന്നത്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ആ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇങ്ങനെ നാടും വീടും വിട്ടു പോകുന്നവരുണ്ട്. അത് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ഓർത്ത് പറഞ്ഞതാണ്. അങ്ങനെ ഇവിടെ ഇതാ ബത്ലഹേമിൽ എന്ത് വന്നു? ക്ഷാമം വന്നു, ദാരിദ്ര്യം വന്നു. ബത്ലഹേമിനെ നോക്കുമ്പോൾ രണ്ടാമത് എനിക്ക് ഓർമ്മ വരുന്നത് ക്ഷാമത്തിൻ്റെ ഒരു സ്ഥലമാണത്. കുറേ നാൾ കഴിഞ്ഞിട്ട് അവിടെ നവോമി
നവോമിയാണ് 2 മക്കളെയും കൊണ്ട് പോയത്. നവോമി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിറഞ്ഞവളായി ഇവിടുന്ന് പോയി, ഞാൻ ഒഴിഞ്ഞവളായി തിരിച്ചു വന്നിരിക്കുന്നു. ഒഴിഞ്ഞവളായി പോയ സ്ഥലമാണത്. ഒഴിഞ്ഞവളായി പോയ സ്ഥലം. നമ്മളെല്ലാം ദൈവസന്നിധിയിൽ വരുന്നത് ഒഴിഞ്ഞവരായി വന്ന് നിറഞ്ഞവരായി പോകാനാണ്. പക്ഷെ ഇവിടെ ഇതാ നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി തിരിച്ചു വന്ന സ്ഥലമാണ് ബത്ലഹേം. പ്രിയപ്പെട്ടവരെ, 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഫാമിൻ. പട്ടിണിയുടെ സ്ഥലം, ഒഴിഞ്ഞുപോയ സ്ഥലം, ഇല്ലായ്മയുടെ സ്ഥലം, അതായിരുന്നു ബത്ലഹേം കുറേ കാലം. എന്നാൽ ഈ ബത്ലഹേമിനെയാണ് ലോകം മുഴുവനും പട്ടിണി തീർക്കാൻ കഴിവുള്ള ദൈവം, ജീവന്റെ അപ്പമായ ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് എവിടെയാണോ ഇല്ലായ്മയുള്ളത്, എവിടെയാണോ ഒഴിഞ്ഞു പോയത്, ആ ഒഴിഞ്ഞു പോയതിനെ നിറയ്ക്കാൻ, ഇല്ലായ്മയുള്ളതിനെ നിറയ്ക്കാൻ, പട്ടിണിയെ മാറ്റാൻ, ദാരിദ്ര്യത്തെ മാറ്റാൻ, ദാരിദ്ര്യത്തിൽ കഴിയുന്നവനെ കൈപിടിച്ചുയർത്താൻ, ദരിദ്രനോട് സുവിശേഷം പറയാൻ. ബൈബിളിൽ എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി പറ, ഞാൻ ദരിദ്രനോട് സുവിശേഷം പറയുന്നു. യോഹന്നാൻ സ്നാപകനോട് ഉത്തരം പറയാൻ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരോട് പറഞ്ഞയക്കുന്നതാണ് യേശു. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി പറയുക. അതാണ് നസ്രത്തിലെ പ്രഖ്യാപിത നയമായിരുന്നതെന്ന് ലൂക്കോസ് 4:18 പറയുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ പിതാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരതത്തിൽ എന്നല്ല ലോകത്തിൽ മുഴുവനുമുള്ള ദരിദ്രനാരായണന്മാരുടെയിൽ മിഷണറിമാർ പ്രവർത്തിക്കാൻ, മിഷൻ സന്ദേശവുമായി കടന്നവ നിന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബത്ലഹേമിൽ കർത്താവായ യേശു ജനിച്ച് ദാരിദ്ര്യത്തിൽ കിടന്ന ഒരു പ്രദേശത്തിലേക്കാണ് ഈ ലോകത്തിൻ്റെ മുഴുവനും ദാരിദ്ര്യം തീർക്കാൻ കഴിവുള്ള കർത്താവ് ഇറങ്ങി വന്നത് എന്ന് ബൈബിൾ പറയുന്നത്. അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം. ബൈബിളിൽ പറയുന്നു, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കളോടൊപ്പം ഇരുത്തുന്നു. ആമേൻ. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കളോടൊപ്പം ഇരുത്തുന്നു. മറിയയുടെ പാട്ടാണ്. എലിസബത്തിനെ കണ്ടപ്പോൾ മറിയ പാടുകയാണ്, സ്തോത്രം, ആത്മാവിൽ പാടുകയാണ്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, താണവരെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ദാരിദ്ര്യത്തിലൂടെ കടന്നു പോവുകയാണോ നീ? ഇല്ലായ്മയിലൂടെ കടന്നു പോവുകയാണോ? കഠിനമായ കടഭാരത്തിലൂടെ കടന്നു പോവുകയാണോ? കഠിനമായ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ പശ്ചാത്തലമാണ് എൻ്റെ കുടുംബത്തിനുള്ളത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ മാതാപിതാക്കൾക്ക് 9 മക്കളാണ്. ഞാൻ 9ാമത്തെ മകനായിരുന്നു. കഠിനമായ ദാരിദ്ര്യം. ഞങ്ങൾക്കൊരു ഫാമിലി ഗ്രൂപ്പുണ്ട്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, കുടുംബത്തിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ പഴയ കഥകൾ എഴുതി ആ ഗ്രൂപ്പിലിട്ട് കൊടുക്കും. ആഹാരമില്ലാതിരുന്നതും മരിച്ചിനി പോലും ഇല്ലാതിരുന്നതും മരിച്ചിനി തിന്നാൻ പോലും ഇല്ലാതിരുന്നതും ഒക്കെ കഥകൾ എഴുതിയിടും. എന്തിനാ എഴുതിയിടണമെന്നറിയോ? ഇന്നത്തെ തലമുറ തിരിച്ചറിയാൻ. ഇന്നത്തെ തലമുറ ആരൊക്കെയാണ്? വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായി തീർന്നു. എൻ്റെ സഹോദരങ്ങളുടെ മക്കൾ പലരും വലിയ ഉദ്യോഗസ്ഥന്മാരായി, ഡോക്ടർമാരായി. ഒരു മരുമകളിപ്പോൾ സിവിൽ സർവീസിന് 250ാമത്തെ റാങ്ക് വാങ്ങിച്ച് അവൾ ഇൻകം ടാക്സിൻ്റെ കമ്മീഷണറായിട്ട് ജോലി ചെയ്യാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ മകൻ്റെ ഭാര്യ. വലിയ വലിയ മക്കളായി ദൈവം അവരെ ഉയർത്തി. പക്ഷെ ആ തലമുറ തിരിച്ചറിയണം, ഞങ്ങളുടെ അപ്പന്, ഞങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പൂർവ്വകാലമുണ്ടായിരുന്നു. അവരുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു, ഇല്ലായ്മയിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നിങ്ങളിതൊക്കെ ഓർക്കണം.
ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾക്കിന്ന് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് സമൃദ്ധിയിൽ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ മാതാപിതാക്കൾ ഒഴുക്കിയ കണ്ണുനീരും പ്രാർത്ഥനയുമാണ്, അവരുടെ നിലവിളിയാണ്, അല്ലെങ്കിൽ അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനയാണ്. ബത്ലഹേം ഒരു കാലത്ത് പട്ടിണിയിലൂടെ പോയി, നിറഞ്ഞവളായിരുന്നു ഒഴിഞ്ഞവളായി തീരുന്നു എന്ന് പറയുന്നു. ആ സ്ഥലമാണ് ബത്ലഹേം, ഒഴിഞ്ഞുപോയ സ്ഥലമാണ് ബത്ലഹേം. അവിടെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് കർത്താവിന് ജനിക്കാൻ. നമ്മുടെ കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കളോടൊപ്പം ഇരുത്തി, കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കളോടൊപ്പം ഇരുത്തി, അത്ഭുതമായ വഴികൾ തുറന്നു ജയത്തോടെ എന്നെ നടത്തി. 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കാം. 1 ശമൂവേൽ 16-1. 1 ശമൂവേൽ 16-1 വായിക്കും. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബത്ലഹേമ്യനായ ഇശായിയുടെ അടുക്കൽ അയക്കും, അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പിന്നെയും നമ്മൾ മുമ്പിലേക്ക് പോകുമ്പോഴേ സ്തോത്രം, ബത്ലഹേമിനെ കുറിച്ച് പിന്നെയും പറയുകയാണ്. ബത്ലഹേം നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? തൊട്ട് മുമ്പ് പറഞ്ഞ എന്തായിരുന്നു? അതൊരു ദാരിദ്ര്യത്തിൻ്റെയും ക്ഷാമത്തിൻ്റെയും ഒഴിഞ്ഞുപോയതിൻ്റെയും സ്ഥലമായിരുന്നു. മൂന്നാമത് പിന്നെയും പറയാണ്, അതേ പുസ്തകം കഴിഞ്ഞപ്പോൾ ശമൂവേലിൻ്റെ പുസ്തകമായി, അവിടെ പറയുകയാണ്, അവിടെ രാജാവിന് വേണ്ടി ജനങ്ങൾ നിലവിളിക്കുകയാണ്. ശൗൽ രാജാവായി തിരഞ്ഞെടുക്കുന്നു. ശൗൽ രാജാവായി തിരഞ്ഞെടുക്കുന്നതിൽ ദൈവം വേദനിക്കുന്നു. അതിനുശേഷം ശൗലിനെ കളഞ്ഞിട്ട് ശമൂവേലിനോട് പറയാണ്, ശമൂവേലേ നീ എഴുന്നേൽക്ക്, അഭിഷേക തൈലമെടുത്ത് പുറപ്പെട്. ഇവിടെ പോകണം, നീ ബത്ലഹേമിലേക്ക് പോകണം. ബത്ലഹേമിലേക്ക് ആരെങ്കിലും പോകുമോ? കർത്താവ് ബെന്യാമീൻ ഗോത്രത്തിലുള്ള കീശിൻ്റെ മകനായ ശൗലിനെയാണ് തിരഞ്ഞെടുത്തത്. നേരത്തെ ശക്തനാണ്, വലിയ ഗോത്രമാണ്. ദാവീദിൻ്റെ സ്ഥലമാണ് ബത്ലഹേം. ബത്ലഹേം ഒരു ചെറിയ സ്ഥലമാണ്. പറഞ്ഞുകൊണ്ടിരുന്ന അതാണ്. ദൈവം പറയാണ്, ശമൂവേലേ നീ ബത്ലഹേമിലേക്ക് പോവുക, ഈ ചെറിയ സ്ഥലത്തേക്ക് പോവുക. അവിടെ പോയപ്പോൾ പറഞ്ഞു, അവിടെ ഇശായി എന്ന് പറഞ്ഞൊരു അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പന് 8 മക്കളുണ്ട്. വലിയ പേര് കേട്ട ആളൊന്നുമില്ല. അവിടെ പോയി ചോദിച്ചു, ഇവിടെ ഇശായി ഉണ്ടോ? ചെറിയ ഗ്രാമമാണ് ബത്ലഹേം. അപ്പോൾ അത് അവിടെ താമസിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ഞാൻ ഇശായിയുടെ വീട്ടിൽ പോയി. ഇശായിയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, നിങ്ങളോടൊപ്പം യാഗം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശമൂവേൽ വളരെ പ്രസിദ്ധനാണ്. ശമൂവേലിനെ കണ്ടപ്പോഴേ ഇയാൾക്ക് മുട്ടുപറച്ചിരിക്കും. വലിയ പ്രസിദ്ധനായ പ്രവാചകനാണ് ശമൂവേൽ. ശമൂവേൽ റാമയിലാണ് താമസിക്കുന്നത്. ബത്ലഹേമിൽ നിന്നൊരു 30 കിലോമീറ്റർ ഉണ്ട് റാമ. വലിയ പ്രസിദ്ധമായ സ്ഥലമാണ്. അവിടെ നിന്ന് വന്നിരിക്കുകയാണ് ശമൂവേൽ പ്രവാചകൻ. ഇശായിയോട് പറഞ്ഞു, നിൻ്റെ മക്കളെല്ലാം വിളിക്ക്. എല്ലാ മക്കളും വിളിച്ചു. പാവപ്പെട്ടവരൊക്കെ നമ്മുടെ നാട്ടിലും പണ്ടൊക്കെ പാവപ്പെട്ടവർ തിരഞ്ഞെടുക്കുന്നൊരു ജോലിയാണ് മിലിറ്ററി ജോലി. ഇന്നങ്ങനെയൊന്നുമല്ല. ഇന്നാരെങ്കിലും മിലിറ്ററി കിട്ടാൻ വലിയ പാടാണ്. പണ്ടൊക്കെ ആണെങ്കിൽ, പഴയ കാലത്താണ് ഞാൻ പറയുന്നത്, മിലിറ്ററിയിൽ പോകും ആൾക്കാർ, പോകത്തില്ല, പേടിച്ച് ഓടിക്കളയും, അവിടെ ചെന്നിട്ട് ഓടിക്കളയും, എന്നിട്ടും നിർബന്ധിച്ചു വിടും. അങ്ങനെ പോകുന്നതാണ് പണ്ടൊരു 10-40 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ അന്നത്തെ കാലം ഞാൻ പറയുകയാണ്, ഈ ദാവീദിൻ്റെ കാലത്ത് എളിയ കുടുംബമായതുകൊണ്ട് മക്കളെല്ലാം മിലിറ്ററിയിൽ വിട്ട്, യുദ്ധത്തിന്, സൈന്യത്തിന് വിട്ട് എപ്പോഴും നടക്കുന്ന സമയമാണ്. നാട്ടുരാജാക്കന്മാർ തമ്മിൽ, നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയായിരുന്നു, നാട്ടുരാജാക്കന്മാർ തമ്മിൽ ഒരു നീതിയും ന്യായവും കോൺസ്റ്റിറ്റ്യൂഷനും ഒന്നും ഇല്ലാത്ത കാലം, ഡെമോക്രസി ഇല്ലാത്ത കാലം,
ജനാധിപത്യമില്ലാത്ത കാലം, ഭരണഘടന ഇല്ലാത്ത കാലമാണ് അന്നത്തെ കാലം. നാട്ടുരാജാക്കന്മാർ തമ്മിൽ നടക്കുക. ആ സമയത്താണ് അവിടെ പോയി ഓരോരുത്തരെയായിട്ട് യാഗത്തിന് കൊണ്ടുവരാൻ പറഞ്ഞു. ഓരോരുത്തരെയായിട്ട് വിളിച്ചു, ഓരോരുത്തരായിട്ട് വന്നു. അവസാനം പറഞ്ഞു, തീർന്നു, ഇത്രയേ ഉള്ളൂ മക്കളെ, ഇനി നിനക്ക് കാര്യമില്ലേ. ഒരാളുണ്ട്, 8ാമത്തെ മോനാണ്, അവസാനത്തെ മോൻ. അവനും കൂടെ വിളി, നോക്കട്ടെ. അവനെയും വിളിച്ചു. ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ഇവനാണവൻ. പാവപ്പെട്ട ബത്ലഹേം എന്ന ചെറിയ ഗ്രാമത്തിൽ ജീവിച്ച പാവപ്പെട്ട മനുഷ്യനായ ഈ ഇശായിയുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കൃപ വരികയാണ്. അതിലും ഏറ്റവും ഇളയവന്, ആടുമേയ്ക്കാൻ പറഞ്ഞു വിട്ടവന്, ബുദ്ധിയില്ലാത്തവനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് രാജ്യത്തിൻ്റെ രാജാവായി. ബത്ലഹേം ദാവീദിന്റെ പട്ടണം എന്നറിയപ്പെട്ടു, സിറ്റി ഓഫ് ഡേവിഡ് എന്നറിയപ്പെട്ടു. ഒടുവിൽ ദാവീദിന്റെ പട്ടണം എന്നറിയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. കാരണം അവിടെ വേറെ പ്രസിദ്ധിയുള്ളവരൊന്നും ഇല്ലായിരുന്നു. അത്ര ചെറിയൊരു സ്ഥലം, ദാവീദിന്റെ സ്ഥലം, ദ സിറ്റി ഓഫ് ഡേവിഡ് എന്നറിയപ്പെട്ടു. തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ ദാവീദിന് 2ാമതും ഒരിക്കൽ അഭിഷേകം കൊടുക്കേണ്ടി വന്നു. അതും ബത്ലഹേമിൽ വെച്ച് നടന്നു. പിന്നെ ഒരുപാട് സ്ഥലം നമുക്ക് ദാവീദുമായി ബന്ധപ്പെട്ട് ബത്ലഹേമിലുണ്ട്. ഈശായുടെ 8 മക്കളിൽ ഏറ്റവും ഇളയവനായ ദാവീദിൻ്റെ ചെറിയ ഗ്രാമം ബൈബിളിൽ പറയുന്നത് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ. അടുത്ത് നിങ്ങൾ പറഞ്ഞേ, ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. അടുത്ത വാക്യം, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേ. നമുക്ക് എത്ര അനുഭവങ്ങളാണല്ലേ, എത്ര അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 27-ഉം 28-ഉം വാക്യത്തിൽ പറയുന്നു, ഉള്ളതിനെ ഇല്ലാതെയാക്കാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതുമായതിനെ തിരഞ്ഞെടുത്തു. ആമേൻ, ആമേൻ. ബത്ലഹേമിനെ തിരഞ്ഞെടുത്തു. ബത്ലഹേം ദാവീദിൻ്റെ പട്ടണമായി മാറി. തുടർന്ന് പഠിച്ചാൽ ഒത്തിരി വാക്യങ്ങൾ ദാവീദിൻ്റെ പട്ടണവുമായി ബന്ധപ്പെട്ടതുണ്ട്. 1 ശമൂവേൽ 17:12, 1 ശമൂവേൽ തന്നെ പല വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 ദിനവൃത്താന്തം 2:51, 2 ശമൂവേൽ 2:32, 23-24, 1 ദിനവൃത്താന്തം 11:26. ഇവിടെയെല്ലാം ദാവീദിൻ്റെ ശക്തന്മാരായ സൈന്യാധിപന്മാർ താമസിച്ചതും ദാവീദിനെ താങ്ങി നിർത്തിയതുമെല്ലാം ഈ പട്ടണത്തിൽ നിന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആരും സഹായമില്ലാതെ ഒരു എളിയ കുടുംബമായിരുന്ന ഇശായിയുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നും അറിയപ്പെട്ടതായി തീർന്നു. നമ്മൾ ഇസ്രായേലിൽ പോയാൽ ഓർത്തഡോക്സ് യഹൂദന്മാർ വിഗ്രഹം ആരാധിക്കാത്തവരാണ്. യഹൂദന്മാർ യഹോവയെ മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ഒരേ ഒരാളിൻ്റെ കല്ലറയിലാണ് യഹൂദന്മാർ പ്രാർത്ഥിക്കാറുള്ളത്. ഒരേ ഒരാളിൻ്റെ കല്ലറ, വേറെ ആരുടെയും കല്ലറയിൽ യഹൂദന്മാർ പ്രാർത്ഥിക്കാറില്ല. യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നത് ദാവീദിൻ്റെ കല്ലറയിലാണ്. ദാവീദിൻ്റെ കല്ലറ ഇന്നുമുണ്ട്. സിയോൻ മലയിൽ ദാവീദിൻ്റെ കല്ലറയുണ്ട്. അവിടെ 24/7 നിരന്തരം യാഥാസ്ഥിതിക അൾട്രാ ഓർത്തഡോക്സ് യഹൂദന്മാരെന്നാണ് അവരെ പറയുന്നത്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ദൈവത്തിന് നന്ദി പറയുകയാണ്, തോറ വായിക്കുകയാണ്. എന്തിനാണ് അവർ ചോദിക്കുന്നത്? എന്താണ് അവിടെ ചെയ്യുന്നത്? ഞാൻ അവിടെയുള്ളവരോട് പലവട്ടം ചോദിച്ചു, എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അവർ പറയുന്നത് ദാവീദിനോടല്ല അവർ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചതിനാൽ സ്തോത്രം, ഞങ്ങൾക്ക് നൽകിയ സങ്കീർത്തനങ്ങൾക്കായി സ്തോത്രം,
ആ സങ്കീർത്തനങ്ങൾ ഒരു പാട്ട് പാടുന്നു. ആ സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എഴുന്നേൽപ്പിച്ചത് ബത്ലഹേമിൽ നിന്നാണ്. ബത്ലഹേം തരുന്ന സന്ദേശം ഇതാണ്: ഏറ്റവും എളിയവനെ, ഏറ്റവും ഭോഷത്വമായതിനെ, ഏറ്റവും നികൃഷ്ടമായതിനെ, ഒന്നുമില്ലാത്തതിനെ കൃപയാൽ ഉയർത്തുന്ന ദൈവത്തിൻ്റെ സന്ദർശനമാണ് ബത്ലഹേമിൻ്റെ സന്ദേശം. താഴ്മയുള്ളവനെ ദൈവം ഉയർത്തും. സഹോദരി, സഹോദര, താഴ്മയോടെ ദൈവസന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ പറയാൻ കാണും. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് ചോദിക്ക്, അപ്പനോട് ചോദിക്ക്, അമ്മയോട് ചോദിക്ക്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ എത്തിയെന്ന്. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. മക്കളെ, ഇത് പ്രാർത്ഥനയാണ്, ദൈവമാണ്. ഈ ലോകം നമ്മളെ ചവിട്ടി തേച്ചതാണ്, പക്ഷെ ദൈവം നമ്മളെ ഉയർത്തിയതാണ്. സ്തോത്രം. ഈ ലോകം നമ്മളെ ചവിട്ടി തേച്ചതാണ്, പക്ഷെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു. മകനെ, മകളെ, ഇതിലപ്പുറം നമുക്ക് അനുഗ്രഹമൊന്നുമില്ല. നമുക്ക് ഇനിയും ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടായിരിക്കും. ഇനിയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പലതും കാണുമായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ച പലതും നടക്കാതെ പോയിട്ടുണ്ടായിരിക്കും. ഞാൻ പ്രാർത്ഥിച്ചതും പലതും നടക്കാതെ പോയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചതും പലതും നടക്കാതെ കിട്ടിയിട്ടുണ്ട്, നടക്കാതെ ഇന്നും ഇരിക്കുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ ദൈവം നടത്തി തന്നിട്ടുണ്ട്, നിങ്ങൾക്കും തന്നിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാനൊരു അനുവാദത്തോടെ അദ്ദേഹത്തിൻ്റെ ഒരു അനുവാദത്തോടെ ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ഇത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെയും ഞാൻ പറയുകയാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മയുടെ സ്വന്തം അനുജത്തിയുടെ മകനാണ്. ഞങ്ങളെല്ലാം വലിയ വലിയ കുടുംബക്കാരൊന്നുമല്ല. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, എന്നെക്കാൾ വലിയ കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത്. പക്ഷേ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം എളിയ കുടുംബത്തിലുള്ളവരാണ്. എൻ്റെ അമ്മയുടെ അനുജത്തിക്ക് 96 വയസ്സ് കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ആ അമ്മച്ചി ഉണ്ട് ജീവനോടെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്മച്ചിയെ കാണാൻ പോകും. നല്ല ഓർമ്മശക്തിയോടെ സംസാരിക്കും. കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ച് എന്നോട് സംസാരിച്ചു, ഫോൺ വിളിച്ചു, മൊബൈലിൽ. അണ്ണാ ഒന്ന് എഴുന്നേറ്റിരിക്കും അണ്ണാ, സോറി. TS വിജയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ എന്തെല്ലാം ഒരു നോക്കിയേ. ഇന്ത്യയിൽ അദ്ദേഹം ഏറ്റവും വലിയ പൊസിഷനിലെത്തിയ ആളാണ്. ഭാരതത്തിൽ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ചെയർമാനായി ദൈവം അദ്ദേഹത്തെ ഉയർത്തി. റിട്ടയറായി. അതിനുശേഷം അദ്ദേഹത്തെ ഇന്ത്യയിലുള്ള എല്ലാ ഇൻഷുറൻസ് ഏജൻസികളുടെയും ചെയർമാനായിട്ട് ദൈവം ഉയർത്തി. ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടലെന്ന് പറയുന്നത്, അദ്ദേഹം സംസാരിക്കേണ്ടതും അഡ്രസ്സ് ചെയ്യേണ്ടതും സംസാരിക്കേണ്ടതും ഇടപെടേണ്ടതും പ്രധാനമന്ത്രിയോട്, ഇന്ത്യയിലുള്ള ഫിനാൻസ് മിനിസ്റ്ററോട്, ധനകാര്യ മന്ത്രിയോടൊക്കെയാണ് അദ്ദേഹം സംസാരിക്കേണ്ടത്. ആ ഒരു പ്രസിഡൻറ്റിനോട്, ആ ഒരു പൊസിഷനിൽ ദൈവം അദ്ദേഹത്തെ ഉയർത്തി. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, ആ അമ്മച്ചിയുടെ പ്രാർത്ഥന, ആ അപ്പച്ചൻ്റെ പ്രാർത്ഥന. ഇതിലധികം ഉദാഹരണം വേണോ? ഇനി എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, അവൻ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അല്ലേ അണ്ണാ? ഇതിലധികം ഉദാഹരണം വേണോ അണ്ണനെ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. ദ ഹയസ്റ്റ് പൊസിഷൻ ഇൻ ഇന്ത്യ. അതിലപ്പുറം ഒരു പൊസിഷൻ ഇല്ല. അണ്ണ ബോംബെ താമസിക്കുമ്പോഴേ ഞാൻ ഒരിക്കൽ പോയി. അപ്പോൾ അവിടെ പോയി എനിക്കൊരു പാസ്റ്ററുണ്ട്, വലിയ പാസ്റ്ററാണ്, ന്യൂ ലൈഫ് ചർച്ചിലെ പാസ്റ്ററാണ്. അപ്പോൾ ആ പാസ്റ്ററെ കണ്ടു. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, എൻ്റെ അണ്ണനാണ് LICയുടെ ചെയർമാൻ. അന്ന് LICയുടെ ചെയർമാനേ ആയിരുന്നുള്ളൂ. പിന്നെ അദ്ദേഹം അതിനേക്കാൾ വലിയ പൊസിഷനിലാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഞാൻ കൂടെ വരാം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പം അണ്ണ ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ ഇരിക്കുകയല്ലേ. അപ്പോൾ അയാൾ പാസ്റ്റർ ചോദിക്കുകയാണ്, ഒരു ചെയർമാനാണല്ലേ, അപ്പം അതിൻ്റെ മുകളിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ അണ്ണ ഭയങ്കര ബുദ്ധിമാനാണ് അദ്ദേഹം, അല്ലെ പിന്നെ ചെയർമാനാവുക. അദ്ദേഹം ഒരു മറുപടി കൊടുത്തു, ചെയറിൽ ഒരാളിനല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. അണ്ണ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പാവപ്പെട്ടവരായ ഞങ്ങളെ, എളിയവരായ ഞങ്ങളെ,
ബത്ലഹേമിൽ സന്ദർശിച്ച ദൈവം, ബത്ലഹേമിനെ സന്ദർശിച്ച ദൈവം ഞങ്ങളെ സന്ദർശിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മയുടെ അനിയത്തി അമ്മച്ചി ഒരു LP സ്കൂളിലെ അധ്യാപികയായിരുന്നു. പക്ഷെ മകൻ ഇന്ത്യയുടെ പരമോന്നതാധികാരത്തിലെത്തി. ഇതിലധികം നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ തെളിവ്? ദൈവം ഉയർത്തുമെന്നുള്ളതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നലെ രാത്രി ദൈവം എനിക്കൊരു വചനം തന്നു. ഒരു വചനം ശക്തമായി മനസ്സിൽ തന്നു. ഒരു കാരണം ഉണ്ടായിരുന്നു അതിന്. ആ വചനം ഇതായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എല്ലാവരും ശക്തമായിട്ടെന്ന് പറഞ്ഞ്, എല്ലാവരും ചേർന്ന് പറഞ്ഞ്. ആമേൻ, സ്തോത്രം. അവൻ്റെ സകല കഷ്ടങ്ങളും ദൈവനെ വിടുവിച്ചു. ആമേൻ. നിങ്ങളെല്ലാവരും LIC ചെയർമാനാവുമെന്ന് ഞാൻ പറയണില്ല. പക്ഷെ നിങ്ങളുടെ മക്കളെയും ദൈവം കൈവിടൂല, കൈവിടൂല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കണ്ണുനീരിന് വിലയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഡൽഹിയിൽ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഉഷകാലം എഴുന്നേൽക്കുക എന്നുള്ള പാട്ട് പാടിയപ്പോൾ എനിക്ക് ആ പാട്ട് പാടി പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഐ വാസ് ക്രൈ. കരഞ്ഞു കരഞ്ഞാണ് ഞാൻ പാടിയത്. കാരണം ഞാൻ എൻ്റെ പാവപ്പെട്ട അപ്പനെ ഓർത്തു, അപ്പൻ്റെ പ്രാർത്ഥന. ഞാൻ ആ പാട്ട് കേട്ടത്, ഈ പാട്ടുകളെല്ലാം കേട്ടത് അപ്പനിൽ നിന്നാണ്. പ്രാർത്ഥന. ബത്ലഹേമിനെ സന്ദർശിക്കുന്ന ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഇന്നത്തെ യുവ അപ്പന്മാരോട് ഞാൻ പറയുകയാണ്, യുവ അപ്പന്മാരോട്, അപ്പന്മാരെ, നിങ്ങൾ മക്കൾ കേൾക്കണം നിങ്ങളുടെ പ്രാർത്ഥന. അവർ പ്രാർത്ഥനയ്ക്ക് വരട്ടെ, വരാതിരിക്കട്ടെ. പണ്ടൊക്കെ ആണെങ്കിൽ വരും, വന്നില്ലെങ്കിൽ ഇന്നലെ അടി തരും. ഇന്ന് അടിച്ചാൽ തിരിച്ചടിക്കും, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, കൊച്ചു പിള്ളേരുൾപ്പെടെ. ആ ഒരു കാലമാണ് ഇന്ന്. പക്ഷേ നിങ്ങളുടെ മക്കൾ കേൾക്കണം അപ്പന്മാർ പ്രാർത്ഥിക്കുന്നത്. അവരുടെ മനസ്സിലത് കിടക്കും, എന്നെങ്കിലും അത് പ്രവർത്തിക്കും. അമ്മമാർ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. ക്രിസ്മസിൻ്റെ സന്ദേശം ബത്ലഹേമിൻ്റെ സന്ദേശമാണ്. ബത്ലഹേമിൻ്റെ സന്ദേശമാണ്. ഹല്ലേലൂയ, ആമേൻ. ആരും സഹായമില്ലാതിരുന്ന ദാവീദ്, കാടുകളിൽ മാത്രം ആശ്രയിച്ച ദാവീദ്, ദാവീദിൻ്റെ എത്ര സങ്കീർത്തനങ്ങളിൽ പറയുന്നു, എത്ര സങ്കീർത്തനങ്ങളിൽ പറയുന്നു. കാടുകളിൽ താമസിച്ച ദാവീദ്, ആരും സഹായമില്ലാതെ ബത്ലഹേമിനെ സന്ദർശിച്ച ദൈവം ദാവീദിനെയും സന്ദർശിച്ചു. ഞാൻ മുമ്പിലേക്ക് പോകട്ടെ. 3 കാര്യങ്ങളാണ് പറഞ്ഞു. നമ്പർ 4, നാലാമത്തെ കാര്യം, എന്ത് സംഭവിച്ചു ഈ ബത്ലഹേമിന്? മരണത്തിൻ്റെ സ്ഥലമായ സ്ഥലം, വിഗ്രഹാരാധനയുടെ സ്ഥലമായിരുന്ന സ്ഥലം, തിന്മകൾ നിറഞ്ഞ സ്ഥലം, ഇതൊക്കെയാണ് നമ്മൾ ബത്ലഹേമിനെ കുറിച്ച് പറഞ്ഞത്. ക്ഷാമത്തിൻ്റെ സ്ഥലം, പാവപ്പെട്ടവരുടെ സ്ഥലം, ദാരിദ്ര്യത്തിൻ്റെ സ്ഥലം, ഒഴിഞ്ഞുപോയ സ്ഥലം. അങ്ങനെയുള്ള സ്ഥലം. എന്താണ് ട്രാൻസിഷൻ? എന്ത് സംഭവിച്ചു ഈ സ്ഥലത്തിന്? അതാണ് മറുപടി. ഈ സ്ഥലത്തിൽ യേശു വന്നു. സിമ്പിൾ ഉത്തരം, ജീസസ് കെയിം. ലൂക്കോസ് 2:7 അത് യേശുവിൻ്റെ സ്ഥലമായി മാറി. യേശു അവിടെ പിറന്നു. ഇതാണ് ക്രിസ്മസ്. ഇന്ന് ഈ യേശു നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇറങ്ങി വരട്ടെ. തിന്മയുടെയും മരണത്തിൻ്റെയും നിരാശയുടെയും സ്ഥലത്ത് യേശു വന്ന സന്തോഷം, ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ദേശത്ത് ദൈവപുത്രനാൽ യേശു പിറന്ന സുവിശേഷം, പാവപ്പെട്ട ഒരു കുടുംബത്തെ രാജാവിൻ്റെ ഭവനമാക്കി മാറ്റിയ പരിവർത്തനത്തിൻ്റെ സുവിശേഷമാണ് ബത്ലഹേമിന് നമ്മളോട് പറയാനുള്ള സുവിശേഷം. ഹേ ബത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ കുലങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതവനായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അതിന് കാരണം കൃപയാണ്, കൃപയാണ്, കൃപയാണ്. മാറ്റമില്ലാത്ത കൃപ. ആ കൃപയ്ക്ക് മുഖപക്ഷമില്ല. ഹല്ലേലൂയ. വിശ്വസിക്കണം. നമ്മൾ പോസിറ്റീവായിട്ട് പറയണം, ക്രിയാത്മകമായി പറയണം. ഈ കൃപ എന്നിലും വന്നിരിക്കുന്നു, ഈ കൃപ എൻ്റെ മക്കളിലേക്കും വന്നിരിക്കുന്നു, ഈ കൃപ എൻ്റെ കുടുംബത്തിലേക്കും വന്നിരിക്കുന്നു. കണ്ണുനീരിന് വിലയുണ്ട്,
കണ്ണുനീരിന് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഞാനും കുടുംബ പ്രാർത്ഥന നടത്തും, ഞാനും താഴ്മയോടെ പ്രാർത്ഥിക്കും. ബത്ലഹേമിനെ സന്ദർശിച്ച ദൈവം എന്റെ കുടുംബത്തെയും സന്ദർശിക്കും. അതാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് നാളുകൾ എൻ്റെ കുടുംബത്തെയും കർത്താവ് സന്ദർശിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 7 കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് 2 കാര്യം കൂടെ പറയാം. 5ാമത്തെ കാര്യം, അത് പറയാതിരിക്കുന്നത് ശരിയല്ല. അങ്ങനെ യേശു ബത്ലഹേമിൽ ജനിച്ചപ്പോൾ അതേ ബത്ലഹേമിൽ, സെയിം ബത്ലഹേമിൽ മറ്റൊരു സംഭവം നടന്നുവെന്ന് മത്തായി 2:16 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ പറയുന്നു. മത്തായി 2:16 മുതൽ 18 വരെ. വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിന് ഒത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളൊക്കെയും ബത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. അവർ ഇല്ലായകയാൽ ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലാതിരുന്നു. ഒരു സ്ഥലത്ത് സന്തോഷം, യേശു ജനിച്ചു എന്നുള്ള ആനന്ദം, മറ്റൊരു സ്ഥലത്ത് നിലവിളി. അതും ബത്ലഹേമിൽ നടന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തൻ്റെ മക്കളെക്കുറിച്ച് കരയുന്നു, അവരില്ലാതെ പോകുന്നു, അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളാൻ അവൾക്ക് മനസ്സ് വരുന്നില്ല. കാര്യമൊക്കെ നമുക്കറിയാം. ഹേരോദാവിന് സംശയമുണ്ടാകുന്നു. ഒരു സ്ഥലത്ത് യേശു ജനിക്കുന്നു, തൊട്ടപ്പുറത്ത് യെരുശലേമിൽ ഹേരോദാവിന് സംശയം വരുന്നു. അത് വലിയ നിലവിളിയിൽ കലാശിക്കുന്നു, വലിയ ദുരന്തത്തിൽ കലാശിക്കുന്നു, വലിയ നിലവിളി ഉണ്ടാകുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവ് നമുക്ക് അനുഗ്രഹം തരാൻ തയ്യാറാണ്. കർത്താവ് നമ്മളെ ഇന്ന് അനുഗ്രഹിക്കുകയാണ്. എന്നാൽ അത് സംശയിക്കാതെ നാം അംഗീകരിക്കണം, നാം സ്വീകരിക്കണം. യേശുവിനെ സ്വീകരിക്കാൻ മനസ്സില്ലാതെ ഹേരോദാവ് ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്. ഹേരോദാവും കൂടെ വന്ന് യേശുവിനെ ആരാധിക്കേണ്ടതിന് പകരം, നമസ്കരിക്കേണ്ടതിന് പകരം ഹേരോദാവ് ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്, യേശുവിനെ സംശയിക്കുകയാണ്. സംശയം വലിയ രോഗമാണ്. ഒരു വശത്ത് നന്മയും മറ്റൊരു വശത്ത് തിന്മയും. കുടുംബങ്ങളിൽ സംശയം വന്നാലും അത് വലിയ ദുരന്തങ്ങളിൽ കലാശിക്കും. ബന്ധങ്ങളിൽ സംശയം വന്നാൽ അത് വലിയ ദുരന്തങ്ങളിൽ അവസാനിക്കും. ഈ ചെറിയ ജീവിതം, ഒരു ചെറിയ കാലഘട്ടമുള്ള ജീവിതം, സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കേണ്ടതിന് പകരം ബത്ലഹേമിൽ ഒരു വശത്ത് നിലവിളിക്കുന്നു, ഒരു വശത്ത് കർത്താവിനെ സ്വീകരിച്ചു എന്നുള്ള സന്തോഷം, ഒരു വശത്ത് കർത്താവിന് സംശയം. എന്താണ് ഹേരോദാവിൻ്റെ സംശയം? ഹേരോദാവിൻ്റെ സംശയം ഇതാണ്, ഇവൻ എൻ്റെ അധികാരം കൊണ്ടുപോകും. ശരിയാണോ? യഥാർത്ഥത്തിൽ അല്ല. യേശു വന്നത് ഹേരോദാവിൻ്റെ അധികാരം തട്ടിപ്പറിക്കാനല്ല. ഹലോ, യേശു വന്നത് ഇസ്രായേലിൻ്റെ അധികാരം കൊണ്ടുപോകാനല്ല. യേശു വന്നത് എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല. പക്ഷെ ഹേരോദാവിന് സംശയം, എൻ്റെ അധികാരം അവൻ കൊണ്ടുപോകും. സംശയം, ഭയം, പേടി, സംശയം ബന്ധങ്ങളെ നശിപ്പിക്കുന്നു, സഹോദര സ്നേഹം നശിപ്പിക്കുന്നു, സഭകളെ ഭിന്നിപ്പിക്കുന്നു. സംശയം. ഞാനിപ്പോൾ ചാർജ് എടുത്തിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. ഞാൻ പല ഫയലുകളും പഠിക്കുമ്പോൾ അനാവശ്യമായ സംശയം, നേതൃത്വത്തിൻ്റെ മേലുള്ള സംശയം എനിക്ക് മനസ്സിലാകുന്നു. അത് വലിയ വലിയ ദുരന്തങ്ങളിൽ കലാശിക്കുന്നു. അത് അന്നേ തുടങ്ങിയതാണ്. വേദപുസ്തകം പറയുന്നു, സ്നേഹം ലംഘനങ്ങളുടെ ബഹുത്വത്തെ മൂടി മറയ്ക്കുന്നു. ബത്ലഹേം സന്തോഷമുണ്ടാകുമ്പോൾ ആ സന്തോഷത്തിൽ നമുക്കും പങ്കാളികളായി തീരാം. ഒരിക്കലും കർത്താവിനെ സംശയിക്കാതിരിക്കാം, കർത്താവിനെ വിശ്വസിക്കാം, ഏറ്റെടുക്കാം. ഹൃദയങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് പറയാം, യേശുവേ വരണമേ, 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 യേശു വരണമേ. കുടുംബങ്ങളിൽ വരട്ടെ, ഈ ക്രിസ്മസ് നാളുകളിൽ വരട്ടെ, പ്രാർത്ഥനയുടെ കുടുംബമായി മാറട്ടെ. ആമേൻ. ആറാമത്തെ കാര്യം, ബത്ലഹേം എന്നും പട്ടിണിയായിരുന്നില്ല. 1-ാം അധ്യായം രൂത്തിന്റെ പുസ്തകം 1-ാം വാക്യം,
4-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ പറയുന്നു, ബെത്ലഹേമിൻ്റെ പട്ടിണി മാറി, ക്ഷാമം മാറി. ആമേൻ. ക്ഷാമം മാറി. ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അപ്പത്തിൻ്റെ വീടെന്നാണ്. ക്ഷാമം മാറിയപ്പോൾ രൂത്തും നവോമിയും തിരിച്ചു വന്നപ്പോൾ ബെത്ലഹേമിലേക്ക് മടങ്ങി വന്നപ്പോൾ രൂത്തിനൊരു കാര്യം നടന്നു. രൂത്തിന് ദൈവം ഒരു വീണ്ടെടുപ്പുകാരനെ കൊടുത്തു. ബോവസ് എന്ന വീണ്ടെടുപ്പുകാരൻ. വിശുദ്ധ വേദപുസ്തക പ്രകാരം, വേദപുസ്തകത്തിൻ്റെ ക്രിസ്തുവിജ്ഞാനീയം അനുസരിച്ച് ആ ബോവസ് കർത്താവായ യേശു ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനെ കാണിക്കുന്നു. വീട്ടിലേക്ക് മടങ്ങി വരാൻ ബെത്ലഹേം നമ്മളെ വിളിക്കുന്നു. മോവാബ് വിട്ട്, താൽക്കാലിക ആശ്രയങ്ങൾ വിട്ട് ബെത്ലഹേമിലേക്ക് അഥവാ യേശുവിലേക്ക് മടങ്ങി വരണം. ബന്ധങ്ങളിലേക്ക് മടങ്ങി വരണം. എവിടെ തുടങ്ങിയോ അവിടേക്ക് മടങ്ങി വരണം. പ്രാർത്ഥന അനുഭവത്തിലേക്ക് മടങ്ങി വരണം. ഉപവാസ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരണം. ഒരു മടങ്ങി വരവിന് വേണ്ടി കർത്താവ് വിളിക്കുകയാണ്. കം ബാക്ക്, മടങ്ങി വരിക. ബെത്ലഹേം ഒരു മടങ്ങി വരവിനെ കൂടെ കാണിക്കുന്നു. ഈ ക്രിസ്മസ് നാളുകൾ നമുക്കൊരു മടങ്ങി വരവിൻ്റെ ദിവസങ്ങളായി തീരട്ടെ. ആഗമന സമയമാണിപ്പോൾ. ആഗമന കാലഘട്ടമാണ്. അഡ്വൻസ് സീസണാണ്. ആഗമന കാലഘട്ടം. പ്രാർത്ഥിച്ചും ഉപവസിച്ചും നമുക്ക് മടങ്ങി വരാനായിട്ട് ശ്രമിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 7-ാമത്, ഇന്ന് നമ്മൾ ബെത്ലഹേമിൽ പോയാൽ യേശു ജനിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് പണിതിരിക്കുന്ന തിരുപ്പിറവി പള്ളിയുണ്ട്. അത് 4-ാം നൂറ്റാണ്ടിൽ തന്നെ പണിയിപ്പിച്ച വളരെ പുരാതനമായ പള്ളിയാണ്. വളരെ പുരാതനമായി AD 370 കാലങ്ങളിൽ കോൺസ്റ്റാൻറ്റൈൻ്റെ അമ്മ ഹെലീനയുടെ നേതൃത്വത്തിൽ പണിയിപ്പിച്ച പള്ളി എന്നാണ് പറയുന്നത്. അത്ര പുരാതനമായ പള്ളി. ആ സ്ഥലത്താണ് യേശു ജനിച്ചതെന്ന് പറയുന്നത്. ആ ജനിച്ച സ്ഥലത്തിൻ്റെ മുകളിലാണ് ആ പള്ളി പണിതിരിക്കുന്നതെന്ന് പറയുന്നു. ആ പള്ളിയുടെ ചേർന്ന് തന്നെ ഇവിടെ നിന്ന് പോകുന്നവരാരാ സാധാരണ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, അവിടെ ഒരു വിശുദ്ധനായ മനുഷ്യൻ AD 382 മുതൽ AD 420 വരെ താമസിച്ചിരുന്നു. ആ മനുഷ്യൻ്റെ പേരാണ് സെയിൻറ്റ് ജെറോം. ജെറോം എന്ന് പറയുന്ന ഒരു പിതാവ്, സഭാപിതാവ് താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് ഇന്നും അവിടെ ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇന്നും ഉണ്ട് അവിടെ. അദ്ദേഹത്തെ അവിടെയാണ് അടക്കം ചെയ്തത്. അവിടെ തന്നെ അദ്ദേഹം മരിച്ചു. അദ്ദേഹം അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് വേദപുസ്തകം ആദ്യമായിട്ട് എബ്രായ മൂലഭാഷയിൽ നിന്ന് അന്നത്തെ പ്രബലമായ ലത്തീൻ ഭാഷയിലേക്ക് അദ്ദേഹം തർജ്ജിമ ചെയ്യുകയായിരുന്നു. അന്നത്തെ പ്രധാനമായ, അന്ന് റോമൻ സർക്കാരാണ് ലോകം മുഴുവനും ഭരിക്കുന്നത്. അന്നത്തെ റോമൻ ഭാഷയായ ലത്തീൻ ഭാഷയിലേക്ക് അദ്ദേഹം ഈ ബൈബിളിനെ മുഴുവനുമായി തർജ്ജിമ ചെയ്തു. അതിനെ ലത്തീൻ വുൾഗാത്ത എന്ന് പറയുന്നു. അദ്ദേഹം അതിനെ തർജ്ജിമ ചെയ്ത് ഈ ബൈബിളിനെ സാധാരണക്കാരുടെ ഭാഷയിലേക്ക് AD 405 പൂർത്തീകരിച്ചു. AD 420 അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു. അദ്ദേഹം ഒരു ക്രൈസ്തവ പണ്ഡിതനും ഒരു സന്യാസി വര്യനുമായിരുന്നു. കിഴക്കൻ യൂറോപ്പിലെ സ്റ്റിഡോയിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് കരുതുന്നു. അദ്ദേഹം അപാരമായ ഭാഷാ പാണ്ഡിത്യവും ഭാഷാജ്ഞാനവും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയിരുന്നു. ജെറോമിൻ്റെ മുഖ്യ സംഭാവന എന്ന് കരുതുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വുൾഗാത്ത എന്ന പ്രസിദ്ധമായ ലത്തീൻ ഭാഷയിലെ ബൈബിളാണ്. കത്തോലിക്ക സഭ ജെറോമിനെ വിശുദ്ധ പദവിയിൽ വണങ്ങുന്നു, അതുപോലെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. വൾഗേറ്റ് ബൈബിൾ അല്ലെങ്കിൽ വുൾഗാത്ത ബൈബിൾ എന്ന് കത്തോലിക്ക സഭ മാത്രമല്ല, പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയും ജെറോമിനെ വിശുദ്ധനായി അംഗീകരിക്കുന്നു. സിഡോണിലെ ജെറോം, അനുഗ്രഹീതനായ ജെറോം എന്ന പേരുകളിലാണ് ബ്ലസ്സഡ് ജെറോം അല്ലെങ്കിൽ സെയിൻറ്റ് ജെറോം എന്ന പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ, സെപ്റ്റംബർ 30 അദ്ദേഹം മരിച്ചു. AD 420 സെപ്റ്റംബർ 30. സെപ്റ്റംബർ 30 ഇന്നും ലോകം മുഴുവനും അന്തർദേശീയ പരിഭാഷാ ദിനമായി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരിക്കുന്നു. ഇൻ്റർനാഷണൽ ട്രാൻസ്ലേറ്റേഴ്സ് ഡേ എന്നാണ് അതിനെ പറയുന്നത്. സെപ്റ്റംബർ 30 ഇൻ്റർനാഷണൽ ട്രാൻസ്ലേറ്റേഴ്സ് ഡേ, അന്തർദേശീയ പരിഭാഷാ ദിനം. അതിന് കാരണം ജെറോം ആദ്യമായിട്ട് ഒരു പുസ്തകം
ആദ്യമായിട്ടൊരു പുസ്തകം ഒറിജിനൽ ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളാണ്. അത് AD 405 പൂർത്തീകരിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തെ തന്നെ, അദ്ദേഹത്തിൻ്റെ മരണ ദിവസം, ജന്മദിനം ആർക്കും അറിയത്തില്ല, അദ്ദേഹം മരിച്ച ദിവസം, ഓർമ്മ ദിവസമാണ് ലോകം മുഴുവനും ഇന്ന് പരിഭാഷാ ദിനമായി ആഘോഷിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷമുള്ള മനോരമ എഴുതിയിരുന്നു. ക്രൈസ്തവ സഭകളാണ് യഥാർത്ഥത്തിൽ ഇത് ആചരിക്കേണ്ടത്. പക്ഷേ ക്രൈസ്തവ സഭകൾക്ക് ഇന്ന് വേറെ പല ബിസിനസ്സുകളാണ്. ഇതൊന്നും വർത്താനം പറയാനുള്ള സമയമൊന്നും അവർക്കില്ല. പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. എന്താണ് സെൻറ്റ് ജെറോം ചെയ്തത്? സെൻറ്റ് ജെറോം അവിടെ ജീവിച്ച് അവിടെ തന്നെ മരിച്ചു. ഞാൻ ബെത്ലഹേമിൽ പോകുമ്പോഴെല്ലാം അദ്ദേഹം താമസിച്ച ഭവനത്തിൽ പോകാറുണ്ട്. വെറുതെ അവിടെ പോയി കുറേ സമയം ഇരിക്കാറുണ്ട്. ആ വരാന്ത, അവിടെ ഇങ്ങനെ കുറേ വരാന്തകളുണ്ട്, ഒരു പാരപ്പറ്റ് വാളുകളുണ്ട്, അവിടെ പോയി വെറുതെ ഇരിക്കാറുണ്ട്. ഇവിടെ ജീവിച്ച് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത്, അന്ന് ഡിക്ഷണറികളില്ല, ഇൻ്റർനെറ്റ് ഇല്ല, ഇന്നത്തെ മീഡിയകളില്ല, ഇതൊന്നുമില്ലാത്ത കാലത്ത് എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു വിശുദ്ധൻ ഇവിടെ ജീവിച്ചിരുന്നു. താങ്ക് ഗോഡ്. അതുകൊണ്ട് ലാത്തിൻ ഭാഷയിലെ നിന്നും ആ ഭാഷയിൽ നിന്ന് മറ്റു ഭാഷകളിലേക്കും അങ്ങനെ നമ്മുടെ ഭാഷയായ മലയാളത്തിലേക്കും നമുക്ക് ബൈബിൾ ലഭിക്കാനിടയായി. ബത്ലഹേമിനെ ഓർക്കുന്നത് ഒരു വലിയ മിഷനാണ് പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ദൗത്യം, ഒരു വലിയ ദൗത്യം. ഹല്ലേലൂയ, ഒരു വലിയ ദൗത്യം, ഗ്രേറ്റ് മിഷൻ. സ്തോത്രം. ബത്ലഹേം കാണിക്കുന്നത് ഒരു വലിയ ദൗത്യത്തെയാണ്. കഴിഞ്ഞ 2 ആഴ്ച നമ്മുടെ സ്റ്റീഫൻ സാറ് വടക്കേ ഇന്ത്യയുടെ നമ്മുടെ മിഷൻ ഫീൽഡുകൾ വിസിറ്റ് ചെയ്തു. അവരെ ഉത്സാഹിപ്പിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓരോ ദിവസവും എനിക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, ഇന്ന് എവിടേക്കാണ് പോയത്, എന്തൊക്കെയാണ് ചെയ്തത്. നമ്മുടെ മിഷണറിമാരുടെ പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന ഒരു എളിയ പ്രവർത്തനം, പക്ഷേ എത്രയോ മിഷണറിമാരുടെ ജീവനെ കൊടുത്ത് ഇന്ത്യയിൽ വന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. പേരുള്ളവരും പേരില്ലാത്തവരും അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് നമ്മൾ GMI ആയിട്ട് ആ പ്രവർത്തനം, ആ ദീപശിഖ കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നു. ആമേൻ. ഫാദർ ജെറോമിനെ പോലെ, സെയിൻറ്റ് ജെറോമിനെ പോലെ, വിശുദ്ധ ജെറോമിനെ പോലുള്ളവർ നമ്മൾ ഓർക്കുന്നു. കർത്താവേ, ബെത്ലഹേം, ക്രിസ്മസ്, ബെത്ലഹേം എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ജെറോമിനെ ഒരിക്കലും മറക്കരുത്. ഇന്ന് അതുകൊണ്ട് എന്താണ് നമുക്കുള്ളത്? നമ്മളോട് ബെത്ലഹേം സംസാരിക്കുകയാണ്. നാടും വീടും വിട്ട്, എല്ലാ സുഖസൗകര്യങ്ങളും വിട്ട് ഇവിടെ വന്ന് താമസിച്ച് വേദപുസ്തകം തർജ്ജമ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തന്ന ജെറോം ബെത്ലഹേം എന്ന ഈ പട്ടണത്തിൽ താമസിച്ചെങ്കിൽ ഇന്ന് ബെത്ലഹേം നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്കും ഒരു വലിയ ദൗത്യമുണ്ട്. ക്രിസ്മസ് അടിച്ചു പൊളിച്ചാഘോഷിച്ച് കാളയും കപ്പയും കള്ളും തിന്ന് കളയാനുള്ളതല്ല. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കർത്താവിൻ്റെ വരവിന് മുൻപ് ആവുന്നിടത്തോളം പറയേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടെ ഒരു അഹന്തകളും ഈഗോകളും ഇല്ല. എന്ത് വില കൊടുത്തും എന്ത് ജീവനെ കൊടുത്തും അതിനുവേണ്ടി മുൻപിലേക്ക് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. കിട്ടുന്ന അവസരങ്ങളെല്ലാം അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടതും ആവശ്യമാണ്. അല്ലയോ ബത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് ഭരിക്കേണ്ടവൻ, അധിപതിയായിരിക്കേണ്ടുന്നവൻ നിന്നിൽ എഴുന്നേറ്റ് വരും. ഈ ക്രിസ്മസ് കാലത്ത് ചെറിയ കുലമായ ബത്ലഹേമിന് എന്താണ് നമ്മളോട് പറയാനുള്ളത്? ആർക്കും സാരമില്ലാത്ത, എല്ലാവരും നിസാരമായി കാണുന്ന ബത്ലഹേമിൽ യേശു വന്നപ്പോൾ ലോകത്തിൽ ഏറ്റവും പ്രധാനമായ സ്ഥലമായി അത് മാറി. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്ന ബത്ലഹേം തിന്മയുടെ സ്ഥലം, ദാരിദ്ര്യത്തിൻ്റെ സ്ഥലം, ഒഴിഞ്ഞുപോയ സ്ഥലം ഒക്കെ ആയിരുന്നെങ്കിൽ അത് യേശു വന്നപ്പോൾ മാറ്റം വന്നു. യേശു വന്നാൽ മാറ്റം വരും, മാറും. അതാണ് ക്രിസ്മസ്. ഈ സന്ദേശത്തിന് നാമും സാക്ഷ്യം വഹിക്കണം. യേശുവിന് വേണ്ടി നമ്മളും പോകണം, പോകുന്നിടത്തോളം പോകണം, സമർപ്പിക്കണം. 2023 ക്രിസ്മസ് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തരട്ടെ. എല്ലാവർക്കും ആശീർവദിക്കപ്പെട്ട ബത്ലഹേമിൻ്റെ സന്ദേശം പറയുന്ന ഒരു ക്രിസ്മസ് ഞാൻ ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, പുതിയ വർഷം 2024 അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കട്ടെ, അത്ഭുതത്തിൻ്റെ വർഷമായിരിക്കട്ടെ, ആത്മാവിനാൽ നടത്തപ്പെടുന്ന വർഷമായിരിക്കട്ടെ. ഇന്ന് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ
ഇന്ന് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ബത്ലഹേമിന്റെ ദൈവം, നമ്മുടെ ദൈവം, ബത്ലഹേമിനെ സന്ദർശിച്ച ദൈവം എന്നെയും സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയോടെ വിശ്വാസത്തോടെ മടങ്ങിപ്പോകാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവരാരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനി. ആമീൻ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കർത്താവായ ദൈവമേ, ബത്ലഹേമിനെ ഓർത്ത കർത്താവേ, അല്ലയോ ബത്ലഹേമേ, നീ യഹൂദാ കുലങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുത്, നിന്നെ ആരും അംഗീകരിച്ചിട്ടില്ല, നീ ഏറ്റവും ചെറുത്, പക്ഷേ ദൈവം നിന്നെ സന്ദർശിക്കും എന്ന വാഗ്ദത്തം 2600 വർഷങ്ങൾക്ക് മുൻപ് കൊടുത്ത ദൈവം അത് പാലിച്ച് കഴിഞ്ഞ് 2600 വർഷങ്ങളായി നടത്തിയത് കൊണ്ട് ഞങ്ങളും ദൈവത്താൽ സന്ദർശിക്കപ്പെട്ടവരായി തീർന്നിരിക്കുന്നല്ലോ. ഏറ്റവും ചെറിയ ബത്ലഹേമിനെ മാനിച്ച കർത്താവേ, ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഇന്ന് ഈ ആശ്രമത്തിന് തണലിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എളിയ മക്കളെ അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിച്ച് സമാധാനത്തോടെ പറഞ്ഞയക്കണമേ എന്നടിയൻ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ ഭാരങ്ങളിൽ നിന്നെല്ലാം അവരെ വിടുവിക്കണമേ, സമാധാനം നൽകണമേ, ആശ്വാസം നൽകണമേ, തകർന്ന ഹൃദയങ്ങളെ മുറിവ് കെട്ടണമേ, രോഗങ്ങളെ സൗഖ്യമാക്കണമേ. ആരെല്ലാം ഭാരങ്ങളോടെ വേദനകളോടെ ഇരിക്കുന്നുവോ അവർക്ക് ഇന്നത്തെ ഈ സന്ദേശം അനുഗ്രഹമാക്കി തീർക്കണമേ. സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ഇന്നത്തെ ഈ പ്രഭാതത്തിൽ വിവിധ പ്രാർത്ഥനാ വിഷയങ്ങളോടെ വന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ട്, ഡോക്ടർ ബിനു LS അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ജെഫി സന്തോഷിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ദൈവം ആശീർവദിക്കണമേ. ഈ പുതിയ വർഷം അവർക്ക് അനുഗ്രഹിച്ചു കൊടുക്കണമേ. ഈ പുതിയ വർഷം അവർക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി മാറ്റണമേ. ദൈവത്തിൻ്റെ തിരുനാമത്തിൽ, തൃത്വത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ബത്ലഹേമിൻ്റെ ആത്മീക അനുഭവങ്ങൾ അങ്ങയുടെ മക്കൾക്ക് നൽകി അവരെ ആശീർവദിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ബത്ലഹേമിൽ കർത്താവ് വന്ന് അത് അനുഗ്രഹിക്കപ്പെട്ട ദാവീദിൻ്റെ പട്ടണമായി, ദൈവത്തിൻ്റെ പട്ടണമായി, കർത്താവിൻ്റെ വിശുദ്ധ പട്ടണമായി മാറിയതുപോലെ അങ്ങ് സന്ദർശിച്ചാൽ, അങ്ങ് ശുദ്ധീകരിച്ചാൽ അത് ശുദ്ധം. ആ വചനം പോലെ അങ്ങയുടെ മക്കൾ ശുദ്ധീകരിക്കപ്പെട്ടവരായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ. ഇവിടെ ഇന്ന് ആശ്രമത്തിൽ വന്നവരോ വീടുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരോ ആയ എല്ലാവരെയും അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ആശീർവദിക്കണമപ്പാ. അവരുടെ ഭാരങ്ങളും വേദനകളും അവിടെ നിന്ന് മാറ്റിക്കൊടുക്കണം കർത്താവേ. സമാധാനത്തോടെ നിറയ്ക്കണമേ കർത്താവേ. ഇന്നു മുതൽ അവർ ദൈവത്തിൻ്റെ വലിയ സമാധാനം കാണാൻ ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം. ബത്ലഹേമിൻ്റെ അനുഭവം അങ്ങയുടെ മക്കൾക്കുണ്ടാകണം കർത്താവേ. അപ്പത്തിൻ്റെ ഭവനമായി മാറണമേ. ഒഴിഞ്ഞവളായിപ്പോയ അനുഭവങ്ങൾ നിറഞ്ഞവളായി തീർക്കണമേ. ബോവസിനെ മടക്കി കൊടുക്കണമേ.
വീണ്ടെടുപ്പുകാരനെ മടക്കി കൊടുക്കണമേ. യേശുവിനെ മടക്കി കൊടുക്കണമേ. നഷ്ടമായ അനുഭവങ്ങൾ മടക്കി കൊടുക്കണമേ. ആത്മീയ സന്തോഷം മടക്കി കൊടുക്കണമേ. ഉപവാസവും പ്രാർത്ഥനയും ജീവിതം മടക്കി കൊടുക്കണമേ. നല്ല സാക്ഷ്യ അനുഭവങ്ങൾ മടക്കി കൊടുക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ സർവശക്തിയുള്ള ഞങ്ങളുടെ പിതാവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിന് ശക്തിയും ബലവും ധനവും ജ്ഞാനവും ബഹുമാനവും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ. ഒരു വലിയ കൊടുങ്കാറ്റായി അങ്ങയുടെ മക്കളുടെ മേൽ വീശണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. ഞങ്ങളുടെ സാക്ഷികളായി തീരാൻ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചയക്കുന്നു കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചയക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചയക്കുന്നു കർത്താവേ. അനുഗ്രഹത്തോടെ കടന്നു പോകട്ടെ കർത്താവേ. വന്നതുപോലെ ആരും മടങ്ങിപ്പോകരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹത്തോടെ അവരയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ നിറഞ്ഞവരായി പോകട്ടെ, നിറഞ്ഞവരായി പോകട്ടെ, നിറഞ്ഞവരായി പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു വന്നപ്പോൾ ഒഴിഞ്ഞതെല്ലാം നിറഞ്ഞതാക്കി തീർത്തല്ലോ. ഒഴിഞ്ഞത് നിറഞ്ഞതാക്കി തീർത്തല്ലോ. ആമേൻ ആമേൻ. ഒഴിഞ്ഞ വലയെ അവിടെ നിന്ന് നിറഞ്ഞതാക്കി തീർത്തു. ഒഴിഞ്ഞ കൽഭരണിയെ അങ്ങ് നിറഞ്ഞതാക്കി തീർത്തു. ഒഴിഞ്ഞ പാത്രത്തെ അങ്ങ് നിറഞ്ഞതാക്കി തീർത്തു. അതേ കർത്താവേ, ഒഴിഞ്ഞ അനുഭവങ്ങൾ നിറയപ്പെടട്ടെ. ആമേൻ. സ്തോത്രം. അങ്ങനെയുള്ള ഒരു അനുഭവമാക്കി ഈ പകൽക്കാലം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടതിനാൽ സ്തോത്രം. പല കാരണങ്ങളാൽ ഒഴിഞ്ഞുപോയവരുണ്ട്. അവരെ നിറയ്ക്കണമപ്പാ, 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 നിറയ്ക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയൻ വിനയമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം 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 ചെയ്യുന്നു കർത്താവേ. ഒരിക്കൽ കൂടെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ തരുന്നു കർത്താവേ. ഞങ്ങളിന്ന് കേട്ടു കർത്താവേ. അങ്ങ് സന്ദർശിച്ചാൽ അനുഗ്രഹിക്കും, അങ്ങ് സന്ദർശിച്ചാൽ അനുഗ്രഹിക്കും, വിടുവിക്കും, ഉയർത്തും. അതുപോലെ അവിടെ നിന്ന് ഉയർത്തി നടത്തണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. രോഗികളായി വന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ സൗഖ്യമാക്കണമേ. വിശ്വസിച്ച് സൗഖ്യം പ്രാപിക്കാൻ സഹായിക്കണമേ. ഹേരോദാവിനെ പോലെ സംശയിച്ച് ശപിക്കപ്പെടുകയല്ല, വിശ്വസിച്ച് അനുഗ്രഹിക്കപ്പെടാൻ അങ്ങയുടെ മക്കൾക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാറാ രോഗങ്ങളോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വേദനയുള്ള ഭാഗങ്ങളിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ക്യാൻസർ സുഖപ്പെടട്ടെ. കിഡ്നി രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ലിവർ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ. ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. സ്പോണ്ടലൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആമീൻ. മൈഗ്രെയിൻ തലവേദന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. സ്തോത്രമപ്പാ, സ്തോത്രം. നടക്കാൻ വയ്യാത്ത വേദനയോടിരിക്കുന്നവർ സൗഖ്യപ്പെടാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമീൻ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. ആവശ്യമില്ലാത്ത ഭയം, ഒരു ഉത്കണ്ഠ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. രാത്രി ഉറക്കമില്ലാതിരിക്കുന്നവരുണ്ട്. ഉറക്കം രാത്രി വരുന്നില്ല. അയ്യോ, ഉറക്ക ഗുളിക കഴിച്ചിട്ട് മാത്രമേ ഉറങ്ങാൻ കഴിയുന്നുള്ളൂ. ഇന്ന് പ്രഭാതത്തിൽ ദൈവം അവരെ തൊടുന്ന നാൾ. സ്തോത്രം. അനാവശ്യമായ ഉത്കണ്ഠകൾ, ആകുലതകൾ അവരിൽ നിന്ന് മാറിപ്പോകട്ടെ. രാത്രികളിൽ സുഖമായിട്ട് ഉറങ്ങട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. സ്തോത്രം സ്തോത്രം. ക്ഷുദ്രപ്രയോഗങ്ങൾ, ആഭിചാര ശക്തികൾ, മന്ത്രവാദങ്ങളുടെ കെട്ടുകളിൽ ഇരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ, ബെത്ലഹേമിൽ ഇറങ്ങി വന്ന യേശുവിൻ്റെ നാമത്തിൽ ആഭിചാര ശക്തികൾ ഇപ്പോൾ നിർവീര്യമായി പോകട്ടെ. അഴിച്ചു പ്രാർത്ഥിക്കുകയാണ്. കെട്ടുകൾ അഴിക്കുകയാണ്. അവരുടെ മേൽ യേശുവിൻ്റെ രക്തം പുരട്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം പുരട്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ വിലയേറിയ രക്തം, യേശുവിൻ്റെ വിലയേറിയ രക്തം, കുഞ്ഞാട യേശുവിൻ്റെ രക്തം പുരട്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. അവരുടെ അനുഗ്രഹങ്ങളെ തടയുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ. അനുഗ്രഹങ്ങൾ തടയുന്ന, എത്രയോ നാളായിട്ട് അനുഗ്രഹങ്ങൾ തടയുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബത്തിൻ്റെ ഭിന്നതകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലുള്ള ഭിന്നതകൾ മാറിപ്പോകട്ടെ. ആമേൻ. അനാവശ്യമായ കേസുകൾ, വഴക്കുകൾ, വ്യവഹാരങ്ങൾ സാത്താൻ ഉണ്ടാക്കിയിട്ട് പല കുടുംബങ്ങളിലും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുണ്ട്.
വ്യവഹാരങ്ങളിൽ പെടുത്തുക. അങ്ങനെയുള്ള അന്ധകാര ശക്തിയുടെ പ്രവർത്തനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഭയങ്കരമായ നഷ്ടം വരുത്തുക. നഷ്ടങ്ങൾ, വാഹനത്തിന് പണി വരുന്നു, വീടുകൾക്ക് നഷ്ടം വരുന്നു, കയ്യിൽ നിന്ന് സാധനങ്ങൾ താഴെ വീണ് പൊട്ടിപ്പോകുന്നു. അങ്ങനെ നഷ്ടങ്ങൾ, പിശാച്, അങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന തിന്മയുടെ ശക്തികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ ആ ഭവനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇന്ന് അങ്ങനെയുള്ളവർക്കൊരു വിടുതലുണ്ടാകട്ടെ. ഒരു വിടുതൽ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഇറങ്ങാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. മക്കൾ നിമിത്തം സമാധാനമില്ലാപ്പാ, ഇവിടെ പോകണം എന്ന് കരയുന്നവരുണ്ട്. ഇവിടെ മക്കൾക്ക് സമാധാനം കൊടുക്കണം അപ്പാ. ഹല്ലേലൂയ. ജോലിയില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അപ്പാ അവർക്കൊരു ജോലി കൊടുക്കണമേ. ഒരു ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒരു ട്രാൻസ്ഫർ കൊടുക്കണമേ. ജോലി സ്ഥലത്ത് സമാധാനമില്ല, ജോലി സ്ഥലത്ത് ഐക്യമില്ല, മറ്റുള്ളവരിൽ നിന്ന് അസ്ഥിരതകൾ ഉണ്ടാകുക, അസ്വസ്ഥതകൾ ഉണ്ടാക്കുക. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ. ആ സമാധാനക്കേട് വീട്ടിലും വരുന്നു, ആ സമാധാനക്കേട് കുടുംബത്തിലും വരുന്നു. കർത്താവേ, ഇന്ന് അതിനൊരു അവസാനമുണ്ടാകണമേ. ആ കെട്ടിനാടിയൻ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കൃഷിനാശം ഉണ്ടാകുന്നു, കൃഷിനാശം യേശുവിൻ്റെ നാമത്തിൽ. ആ ശക്തിയെ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു. ആടുമാടുകൾക്ക് നഷ്ടം വരുന്നു, പെട്ടെന്ന് ആ ദുഷ്ടശക്തിയെ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ. ബിസിനസ്സുകൾ തകർന്നു പോകുന്ന അനുഭവങ്ങൾ ഇന്ന് ഈ ക്രിസ്മസ് നാളുകൾ, ഈ ഡിസംബർ 2023 തിരിച്ച് ഞങ്ങൾ പിടിക്കുകയാണ്, തിരിച്ചു പിടിക്കുകയാണ്, തിരിച്ചു പിടിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഈ തിരിച്ചു പിടിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ബത്ലഹേമിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ. നഷ്ടമായത് മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. പ്രാപിച്ചെടുക്കുക. ദൈവം മടക്കി തരികയാണത്, മടക്കി തരികയാണ്. സ്തോത്രം ദൈവമേ. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. ശ്വാസ തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നു. ശ്വാസ തടസ്സങ്ങൾ, അലർജികൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. ബ്ലഡ് പ്രഷർ നോർമലാകാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. എത്ര മരുന്ന് കഴിച്ചിട്ടും BP താഴുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് അത് ശരിയാകട്ടെ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത് നോർമലാകട്ടെ, ഇന്ന് ഇപ്പോൾ തന്നെ നോർമലാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവാത്മാവ് എന്നോട് പറയുന്നു, അതിനുവേണ്ടി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാൻ പറയുകയാണ്. സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുൻപ് എനിക്കിതുപോലെ ഭയങ്കരമായ ബ്ലഡ് പ്രഷറായിരുന്നു. ആ വ്യക്തിയോട് ഞാൻ പറയുക, മരുന്ന് കഴിച്ചിട്ടും BP കുറയുന്നില്ല, കുറഞ്ഞാലും കൂടുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിലായിരിക്കാം. പ്രാർത്ഥിക്കുകയാണ്, അത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കുറേ നാളുകൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും BP കുറയുന്നില്ല. ഡോക്ടർ എല്ലാ ദിവസവും നോക്കുന്നുണ്ട്, എല്ലാ ദിവസവും നോക്കുന്നുണ്ട്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും BP എഴുതി വയ്ക്കുന്നുണ്ട്, പക്ഷെ കുറയുന്നില്ല. എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്, എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. ഭയങ്കര സങ്കടം വന്നു. എൻ്റെ ചെറുപ്രായമാണ്, 98-ലാണ്, 1998. എന്താണോന്ന് അറിഞ്ഞുകൂടാ. ഭയങ്കര സങ്കടം വന്നു. എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എല്ലാ ടെസ്റ്റുകളെടുത്തു, എല്ലാം നെഗറ്റീവാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ BP കൂടിക്കൊണ്ടിരിക്കുക, ഭയങ്കര കൂടുതലാണ്. 180, 130, 160, 120, 110 അങ്ങനെ അങ്ങനെ കൂടുകയാണ്. ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു അമ്മച്ചി വന്നു. ആ അമ്മച്ചി പറഞ്ഞു, ബ്രദറെ, അത് ഞാൻ അച്ഛനായിട്ടില്ല, ബ്രദറെ, ഞാനൊരു ആളിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്കങ്ങനെ തോന്നി ബ്രദറിൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന്. സ്തോത്രം. ഒരാളിനെയും കൊണ്ട്, എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളിനെയും കൊണ്ട് അമ്മച്ചി ടാക്സി ഫെയറും കൊടുത്ത് കാറ് പിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ അമ്മച്ചി ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ അമ്മച്ചി ഒരു ടീച്ചറാണ്, സ്കൂൾ അധ്യാപികയാണ്. എന്നിട്ട് പറഞ്ഞ്, ബ്രദറിൻ്റെ BP കുറയുന്നില്ലെന്ന് കേട്ടു, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ദൈവദാസനെയും കൊണ്ട്. അദ്ദേഹം ഒരു സാധാരണ ദൈവദാസനാണ്, വലിയൊരു അത്ഭുത രോഗശാന്തിക്കാരനൊന്നുമല്ല. അദ്ദേഹത്തെയും കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു കർത്താവിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതുകൊണ്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ശക്തമായൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് BP ഉണ്ടാക്കുന്ന അന്ധകാര ശക്തിയെ ശാസിച്ചു അദ്ദേഹം. സ്തോത്രം. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പോയി. അന്ന് ഉച്ചയായപ്പോഴാണ് അദ്ദേഹം വന്നത്. പ്രാർത്ഥിച്ചിട്ട് പോയി. അന്ന് വൈകുന്നേരമായപ്പോൾ എൻ്റെ BP നോർമലായി. ഇത് എൻ്റെ അനുഭവമാണ്. ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്. നിങ്ങളോട് പറയാൻ ദൈവാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പറയുകയാണ്.
അങ്ങനെ BP മരുന്ന് കഴിച്ചിട്ടും കുറയാതെ ഒരേ ലെവലിൽ നിൽക്കുന്ന വ്യക്തിക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ആ അന്ധകാര ശക്തി ആ വ്യക്തിയിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിക്ക് ആയുസ്സും ആരോഗ്യവും ദൈവം കൊടുക്കണമേ കർത്താവേ. മടക്കി കൊടുക്കണം കർത്താവേ. സൗഖ്യം മടക്കി കൊടുക്കണം കർത്താവേ. സ്തോത്രം. അനേക വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രാർത്ഥിക്കുന്നവർ ദൈവം അവർക്കൊരു പൈതലിനെ കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എണ്ണയോ വെള്ളമോ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ ആശ്രമത്തിൻ്റെ തണലിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ആരെല്ലാം ഉണ്ടോ പേരായി വ്യക്തികളായി അവരെ തൊടണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവശക്തി അവരിലേക്ക് ഇറങ്ങി വരട്ടെ. അവരിവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ തന്നെ ആ ശക്തി അവർ അനുഭവിക്കട്ടെ. പോര കർത്താവേ. സുഖമുള്ള ഒരു പ്രസംഗം കേട്ടിട്ട് പോകുന്നതല്ല. അത് ശക്തിയായി, അത് അഭിഷേകമായി, അത് രോഗശാന്തിയായി, അത് വിടുതലായി, അവരുടെ കുടുംബങ്ങൾക്ക് അത് വിടുതലിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കട്ടെ. ആമേൻ. അത് വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. അത്ഭുതം തന്നെ ഞങ്ങൾക്ക് ആവശ്യമാണ്. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ യേശുവിൻ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറാ രോഗങ്ങളിൽ നിന്ന് മാറ്റണമേ കർത്താവേ. 2000 വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് സൗഖ്യമാക്കി അതേ ശക്തി ഈ മക്കളിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ ഇറങ്ങാനടിയൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. സ്തോത്രം. ഞാൻ എല്ലാവരെയും പ്രാർത്ഥിച്ചയക്കുകയാണ്. ദൈവശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കണമേ. മക്കളെ അനുഗ്രഹിക്കണമേ. മക്കൾക്ക് വേണ്ടി പൊട്ടിക്കരയുന്ന അമ്മമാരുടെയുണ്ട്. ആ മക്കളെ അനുഗ്രഹിക്കണമേ. മക്കളെ മടക്കി കൊണ്ടുവരണമേ. അവരുടെ മേലുള്ള ശാപങ്ങൾ, മനുഷ്യൻ്റെ ശാപവാക്കുകൾ, പാരമ്പര്യ കെട്ടുകൾ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ബത്ലഹേമിനെ സന്ദർശിച്ച യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മേൽ യേശുവിൻ്റെ രക്തം പുരട്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ചില അത്ഭുതങ്ങൾ ആ മക്കളുടെ ജീവിതത്തിൽ നടക്കട്ടപ്പാ. അവർ ആരാധനയ്ക്ക് മടങ്ങി വരട്ടെ. ദേവാലയത്തിൽ ആരാധനയ്ക്ക് വരട്ടെ. അവർ ആരാധനയ്ക്ക് പോകട്ടെ. പ്രാർത്ഥിക്കട്ടെ. അവരിലുള്ള കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. ഗഞ്ചാവിന്റെ ശക്തി മാറട്ടെ. മദ്യപാനത്തിന്റെ ശീലങ്ങൾ മാറട്ടെ. മയക്കുമരുന്നിന്റെ ശീലങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവശക്തി എല്ലാവരിലേക്കും വ്യാപരിപ്പിക്കണം കർത്താവേ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോകുമ്പോൾ വലിയ ശക്തിയോടെ ഞങ്ങളുടെ മക്കൾ മടങ്ങിപ്പോകാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് ശരീരത്തിന് മാത്രമല്ല ആത്മാവിനും ശക്തി ലഭിക്കണം. ആത്മാവിനും വിടുതലായിത്തീരണം. ഇന്ന് കഴിക്കുന്ന ഭക്ഷണം ഞങ്ങൾക്ക് വെറും ഭക്ഷണമായി മാത്രമല്ല, അത് ഔഷധമായി കൊണ്ടിരിക്കട്ടെ. അത് അനുഗ്രഹമായിരിക്കട്ടെ. ഞങ്ങളുടെ മക്കളുടെ ഭവനത്തിൽ ഭക്ഷണത്തിന് കുറവ് വരരുതേ. അവരുടെ പാത്രങ്ങൾക്ക് കുറവ് വരരുതേ. അവരുടെ പാത്രങ്ങളിൽ ഒരിക്കലും ഭക്ഷണം കുറഞ്ഞു പോകരുതേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ അവരെ പ്രാർത്ഥിച്ചയക്കുന്നു കർത്താവേ. ഈ ക്രിസ്മസ് നാളുകൾ അവർക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കി മാറ്റണമേ. പുതിയ വർഷം അനുഗ്രഹിച്ചു കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മോടെല്ലാവരോടും എന്ത് ബന്ധേക്കും കാലാവസരം കൂടാതിരിക്കുമാറാകട്ടെ.